BJPക്ക് ഫണ്ടിന് ഒരു കാര്യമില്ല, കുറവില്ല, ഫണ്ടിന് ഷോർട്ടേജ് ഇല്ല. മറ്റൊക്കെ എന്ന് വെച്ചാൽ ഈ കോൺഗ്രസ് ഇതൊക്കെ വന്നിട്ട് കാലങ്ങളായില്ല, അവര് ഫണ്ടിങ് ഇല്ല. BJP എന്നൊരു പാർട്ടി BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്ന റോബിൻ രാധാകൃഷ്ണന്റെ ഓഡിയോ ആണ് പ്രഷർ കേട്ടത്. പ്രചരണത്തിന് വേണ്ടി യൂസ് ചെയ്യാനാണെങ്കിലും എത്ര പോയാലും അത് ഞാനും കൂടെ അതിൽ ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ ആ ഫണ്ടിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഫണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തുണ്ട്. ആളുടെ തിങ്കിങ് ഉണ്ടല്ലോ, അത് ശരിയായിട്ടുള്ളൊരു തിങ്കിങ് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, ഇപ്പം മറ്റ് പല കാര്യങ്ങളും എനിക്ക് ലേഡീസിൻ്റെതായ ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കറിയാം. കഴിഞ്ഞ പ്രാവശ്യം കോടി രൂപയാണ് സുരേന്ദ്രൻ എന്ത് ചെയ്തിരുന്ന മണ്ഡലത്തിൽ ഓരോ മണ്ഡലത്തിൽ നിൽക്കാൻ വേണ്ടി കൊടുത്തത്. 140 മണ്ഡലം ഉണ്ട്. അപ്പൊ ഒരു മണ്ഡലത്തിൽ എത്ര രൂപ വെച്ച് കിട്ടും? ഒരാളുടെ എന്തുമാത്രം പൈസ എടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ബ്രേക്കിംഗ് പോയിന്റ് കാണും. ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര 1000 രൂപയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഫ്രണ്ട്സിന് കടം കൊടുക്കുവാണെങ്കിലും നമ്മുടെ ഒരു സർവൈവലും കൂടെ നോക്കുമല്ലോ. അങ്ങനെ എന്തുമാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? അതിന്റെ മാക്സിമം ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ഈ ചുറ്റുമുള്ള ഈ സൗഹൃദം സ്ഥാപിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്ന് വാങ്ങിക്കും. എനിക്ക് ഒരു 65,000 രൂപ കൊടുക്കണം. നാളെ ഈവനിങ് എന്ത് ചെയ്യും? എനിക്ക് ആ ഫണ്ട് തരും. മാസ്റ്റർ മാനിപ്പുലേറ്റർ, അതാണ് കറക്റ്റ് വേർഡ്. ഇവൻ എന്തിന് സോറി പറയണം? ലക്ഷ്മിനോട് എന്തിന് സോറി പറയണം? ഇനി ആർക്കും ഒരു സംഭവിക്കരുത്. പാർട്ടി ഓഫീസിൽ നിന്ന് ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്. ആര് തരുന്നത്? ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ സ്ഥാനാർത്ഥിയും കൂടെയാണ്. ചുറ്റുമുള്ള എല്ലാവരോടും ആള് ഇതേ ഒരു രീതി തന്നെ പിന്തുടർന്ന് ഇത്രയും നാളും പോയിട്ടുള്ളൂ. അപ്പൊ പോലീസിന്റെ അടുത്ത് പറഞ്ഞില്ല എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? ഇപ്പൊ റോബിൻ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ള പോലീസിന്റെ കടമയാണല്ലോ. അദ്ദേഹത്തിന് വരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴി എടുക്കണം, അടുത്ത കേസുമായിട്ട് FIR ഇടണം. എന്റെ ലൈഫിലെ ടാർഗറ്റ് തന്നെ എനിക്ക് 10 കോടി രൂപ. എന്നെ അപമാനിച്ച് സംസാരിച്ചതിന് അത് സ്ത്രീകളെ അപമാനിച്ച് നിൽക്കുന്ന പുള്ളിയുടെ ഒരു സ്വഭാവ വിശേഷത തന്നെ ആയിട്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. 40 ലക്ഷവും പാർട്ടി ഓഫീസിൽ നിന്ന് സെറ്റില് ചെയ്യാന്ന് പറയുമ്പോ ഇവന്റെ തന്റെ ഇടം എന്താ? ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ, 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്. ബമ്പർ സമ്മാനമായി BMW കാർ, 30 കോടി രൂപയുടെ ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി. മൈജി ഓണം മാസ് ഓണം. നമസ്കാരം. ഇന്ന് ഇപ്പം മലയാളം ഓൺലൈൻ മാധ്യമങ്ങളും മെയിൻ ചാനലും നോക്കിയാൽ ഒരാളുടെ പേരിൽ റോബിൻ രാധാകൃഷ്ണൻ. റോബിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് അറിയാം. അദ്ദേഹം എന്താണെന്നും അദ്ദേഹം എത്രക്കാരനാണെന്നും. പക്ഷേ അതിനും അപ്പുറത്തേക്ക് വലിയ ഗുരുതരമായ ആരോപണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ. ആ ആരോപണം എന്താണെന്നും അതിൻ്റെ സത്യങ്ങൾ എന്താണെന്നും കൃത്യമായ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കാൻ അവരുമായിട്ട് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പേരാണ് എന്നോടൊപ്പം ഉള്ളത്. 2 പേർക്കും നമസ്കാരം. നമസ്കാരം. ബിഗ് ബോസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബിഗ് ബോസ് നല്ല രസമായിരുന്നു. 1 വർഷം കഴിഞ്ഞു. അടുത്ത സീസൺ വരുവാണ്. അടുത്ത സീസൺ തുടങ്ങുവാണ്. ഹാങ് ഓവറൊക്കെ അന്നേ മാറി. കിട്ടിയതിലൊക്കെ സന്തോഷം, കിട്ടാതിരുന്നതിലും സന്തോഷം. കിട്ടാതിരുന്നതിൽ അങ്ങനെയല്ല, പിന്നെ വിന്നർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സന്തോഷം. സന്തോഷം, ഇപ്പൊ ചെയ്യുന്നതിൽ സന്തോഷം. പുതിയ ബിഗ് ബോസിലേക്ക് പോകാനുള്ളവരുടെ എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പൊരുതി ജയിക്കുക, അവരാണ് വിധി നിർണ്ണയം. സോ കണ്ടസ്റ്റൻസിനോടല്ല, പ്രേക്ഷകർ എന്തായിരിക്കും വിചാരിക്കുക അത് ചിന്തിച്ച് കളിക്കുക. പക്ഷെ ആ പ്രേക്ഷകർ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ബിഗ് ബോസ് അല്ല, റോബിൻ രാധാകൃഷ്ണൻ നിങ്ങളുമായിട്ടുള്ള പഴയൊരു മത്സരാർത്ഥിയെ കുറിച്ചാണ്. അതെ, 2 മത്സരാർത്ഥികൾ. അവർ ചിന്തിച്ച് വെച്ചിരുന്ന, അവർ വേറെ എന്തൊക്കെയോ ആണെന്ന് ചിന്തിച്ച് വെച്ചിരുന്ന വേറൊരു മത്സരാർത്ഥിയെ കുറിച്ചാണ് അവരിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സംസാരത്തിന്റെ ഒരു കൃത്യത വേണം നമുക്കല്ലേ? കാരണം ഇതൊരു റിയാലിറ്റി ഷോ ആകുമ്പോഴത്തേക്കും ആൾക്കാർക്ക് ശരിക്കുള്ള സ്വഭാവത്തിലാണ് അവിടെ നിൽക്കുന്നതെന്ന് ഈസിലി വിചാരിക്കാം. പക്ഷെ അങ്ങനല്ല. അവിടെ നിന്നൊരാളെന്ന് വെച്ചുള്ള രീതിയിൽ തന്നെ പറയുവാണ്, നമുക്ക് വേണമെങ്കിൽ നമ്മളുടെ വേണ്ട സൈഡ് മാത്രം കാണിച്ച് വേറൊരാളായിട്ട് തന്നെ, പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ മാറി നല്ല വെള്ളം ചമഞ്ഞ് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിട്ട് തന്നെ നിൽക്കാൻ പറ്റും. 100 ദിവസം വേണമെങ്കിൽ 100 ദിവസം. പക്ഷേ പുറത്തിറങ്ങിയിട്ട് ജീവിതത്തിൽ അങ്ങനെ നിൽക്കാൻ കഴിയില്ല. ജീവിതത്തിൽ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. എല്ലാ സ്ഥലത്തും നിൽക്കാൻ പറ്റില്ല, എല്ലാ വർഷവും നിൽക്കാൻ പറ്റത്തില്ല, എല്ലാവരുടെയും മുന്നിൽ നിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ റിയാലിറ്റി എങ്ങനെയുണ്ട്? ഇപ്പോഴത്തെ റിയാലിറ്റി, ഐ എം വെരി ഗ്ലാഡ് ദാറ്റ് ഐ എം ഏബിൾ ടു പുട്ട് ദിസ് ഔട്ട് ത്രൂ മീ. എനിക്ക് അത് സംസാരിക്കാൻ പറ്റുന്നതിൽ സന്തോഷമുണ്ട്. കാരണം ഇനിയും നിരപരാധികളായ ഒത്തിരി ആൾക്കാർ ഇതിലോട്ട് വന്ന് ചാടാതിരിക്കാനുള്ള ഒരു റീസൺ ആവാൻ പറ്റിയില്ല. ഒറ്റൊരാളെ രക്ഷിക്കാൻ പറ്റിയെങ്കിൽ ഐ എം വെരി ഗ്ലാഡ് അബൌട്ട് ദാറ്റ്. നിങ്ങൾ 2 പേരുമാണ് പൊരുതുന്നത്, വേറെ ആളും കൂടെ ഉണ്ടല്ലോ പൊരുതാൻ? ഒരാളല്ല, ഇഷ്ടംപോലെ. അതൊരു സൈബർ കൊട്ടേഷനാ.
അതല്ലേ അത് നമ്മൾ മുകളിലേക്ക് നോക്കി അങ്ങനെ തുപ്പിക്കഴിഞ്ഞാൽ അത് എവിടേക്കാണ് വീഴുക, നമ്മളെ മേത്തേക്ക് തന്നെയല്ലേ. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. സി അനന്തു സുൽജിത്തിനെ എനിക്ക് ഹാർഡ്ലി 10 ദിവസത്തിൽ കൂടുതൽ എനിക്ക് ഇയാളെ അറിയ പോലുമില്ല. റോബിൻ രാധാകൃഷ്ണൻ നമ്പർ കൊടുത്തിട്ട് എന്നെ വിളിച്ച് ഒരു ഭീഷണി സ്വരത്തിലും നിങ്ങൾ സ്കാമൊക്കെ ഞാൻ അങ്ങ് പൊളിച്ചു തരാം എന്നുള്ള ഉദ്ദേശത്തിൽ എന്നെ വിളിച്ചതാ. ഞാൻ അവനോട് പറഞ്ഞു റോബിനായിട്ടൊന്ന് ഇരിക്കണം. നമ്മൾ റോബിനായിട്ട് ഇരുത്തില്ല. അത് ജൂൺ 26 തീർന്നതാ, അവസാനത്തെ ഭീഷണിയിൽ തീർന്ന. ഇനി അവനായിട്ട് ഇരുത്തില്ല. നിനക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ നീ വന്നോ, ഇരിക്കാം. അങ്ങനെ വന്നു, ഞങ്ങൾ പനമ്പള്ളിയിൽ ഇരുന്നു. മുഴുവൻ കഥയും കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ആദ്യം ചോദിച്ചു, ചേട്ടാ ഞാനൊരു വീഡിയോ തരട്ടെ, എനിക്ക് 2 ലക്ഷം രൂപ. അത് അനന്തിനോട് ചോദിച്ചേ. അവിടെ ഞങ്ങൾക്കിടയിൽ ഒരു റാപ്പ് വർക്കൗട്ടായി. അപ്പോൾ അവന് ഈഗോ വർക്കൗട്ടായി. അനന്തിന് ശരിക്കും ഈഗോ വർക്കൗട്ടായി. കാരണം അവനെ യൂസ് ചെയ്ത പോലെയാണ്. കാരണം അവനെ വിളിച്ചു വരുത്തിയതാണ്, അവരെ സ്ഥാപനത്തിൽ പോയതാണ്. അത് അവിടെ CCTV നോക്കിയാൽ ആ സാധനം ഉണ്ട്, അവിടെ സ്പീക്കറും ഉണ്ട്, അവിടെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യം അവിടെ അറിയാം. പക്ഷെ അതിലെനിക്ക് ആകെ ഒരു വിഷമം, പൊടി കൂടി അതിൽ ഇരുന്നു എന്നുള്ളതാണ് അനന്ത് പറഞ്ഞത്. അത് ചെറിയൊരു ഹേർട്ടായി. കാരണം ഞങ്ങൾക്കിടയിൽ ഒരു നല്ലൊരു ആത്മബന്ധം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു പൊടീൻ്റെ ഇടയിൽ. ഇപ്പോഴും എനിക്ക് ആക്ച്വലി ഇത് നമുക്ക് രാത്രി ഇത് പകലേതെന്ന് അറിയാൻ പറ്റില്ല. ഇത് ഞാൻ പറഞ്ഞു, ഇത് ഇവരുടെ ഇടയിൽ, ഇവർ രണ്ടാളുടെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ. ഈ 1.25 വർഷത്തെ ഒരു ജേണിയാണ്. പൊടിയുടെ എൻ്റെ ലാസ്റ്റ് കോള് കഴിഞ്ഞ ജാനുവരിയിൽ തീർന്ന. അതിനുശേഷം നമ്മൾ കോണ്ടാക്റ്റിലില്ല. എൻഡ് വരെ നല്ലൊരു പ്രോസസ്സിലാണ് നിന്നത്. പിന്നെ അത് ഒരു ഫാമിലിയിലേക്ക് എപ്പോഴും ഇതൊരു കണക്റ്റ് ആവും. അപ്പോൾ പിന്നെ അത് വലിയ താല്പര്യമില്ല. അപ്പോൾ പൊടിയോട് ഞാൻ പറഞ്ഞിട്ട് തന്നെയാണ് നമ്മളെ ലാസ്റ്റ് കോൾ എൻഡ് ആവുന്നത്. അപ്പോൾ ഇതെല്ലാം വിട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു കേസിന് ആസ്പദമായിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്ന സമയത്ത്. പക്ഷെ റോബിനായിട്ട് ഈ ജൂൺ 27 വരെ അബിൽദേവിൻ്റെ ബന്ധമുണ്ട്. ഹൈദർക്കാക്ക് എൻ്റെ ഫോൺ അങ്ങ് തരും. ഹണി ട്രാപ്പ് പോലീസ് കേസ് കൊടുത്ത് അവനെ എനിക്ക് ഇന്ന് ഇവിടെ കീറി മുറിക്കേണ്ടത് അവൻ എവിടെ നിർത്തിയോ അവിടുന്ന് അവൻ എന്തു പറഞ്ഞോ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവിടുന്ന് തന്നെ ഞാൻ പൈസയല്ല എതിർക്കാം, പൈസയല്ല. നിങ്ങളാണ് എൻ്റെ ഫസ്റ്റ് ഇന്റർവ്യൂ ചെയ്ത ആള്. ഇവിടെ തന്നെ നമ്മൾ ഇതിന്റെ മുമ്പ് ഒരു എതിർക്കാം. അതിന്റെ അപ്പുറമാണ് ഈ സാധനം. ഇവൻ ഇവിടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു ഹണി ട്രാപ്പ് ഭീഷണിപ്പെടുത്തിയിട്ട് ആ അജാനുബാഹുവായുള്ള മനുഷ്യനെ ഞാൻ വന്ന് ഭീഷണിപ്പെടുത്തി. എനിക്ക് അവിടുന്ന് തുടങ്ങേണ്ടത്. അവന്റെ സൗണ്ട് മാത്രം മതി പുറത്തറിയാനെന്നാ. ഹണി ട്രാപ്പില് സൗണ്ട് എടുത്താൽ മതി. ഇവന് അതാണ് എനിക്ക് പൊളിക്കണ്ടേ. ഇവിടെ നമ്മൾ ആദ്യം പൊളിക്കാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹണി ട്രാപ്പ് നടക്കുന്ന അവനോട് ഇപ്പൊ സായി സീക്രട്ട് ഏജന്റ് സായി ഞങ്ങൾ രണ്ടാളടുത്ത് സംസാരിക്കുന്ന സായി ഒരു ചോദ്യം ചോദിച്ചത്, നിനക്ക് എന്തെങ്കിലും തെളിവുണ്ടോ റോബിനെ ഭീഷണിപ്പെടുത്തിയതിന്? ഒരു തെളിവില്ല. ഒരു തെളിവ് ഉണ്ടാക്കണമെങ്കിൽ ഫോൺ വഴി എന്തെങ്കിലും അവന് ചെയ്തു വെച്ചൂടെ? ഒരു തെളിവില്ല. പക്ഷെ ഞാൻ പറയുന്നത് ഞങ്ങൾ ഡിസംബർ വരെ ഒരു തുടക്കം വരെ വലിയ കുഴപ്പമൊന്നുമില്ല. കുറച്ചൊരു ഡിസ്പ്യൂട്ട് എനിക്ക് തുടങ്ങാം, അവനല്ല. കാരണം പൈസ എൻ്റെതാണല്ലോ. പറഞ്ഞ ഡേറ്റ് മാറുന്ന സമയത്ത് എനിക്ക് ഡിസ്പ്യൂട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഡിസ്പ്യൂട്ടിന്റെ സെറ്റിൽമെന്റ് ടോക്കാണ് അന്ന് അവിടെ നടക്കുന്നത്. അന്ന് രാവിലെ 11:30 മണിക്ക് എനിക്കൊരു കോള് വന്നിട്ടുണ്ട്. ഇത് ഹണി ട്രാപ്പ് നടന്നു എന്ന് ഇവൻ പറയുന്നത് 10:30 മണിക്കാണ് എൻ്റെ വീട്ടിലെത്തുന്നത്. ആ 10:30 മണി ചൂസ് ചെയ്യുന്നത് അവനാണ്. വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ലെറ്ററിനെ കുറിച്ചും വീഡിയോനെ കുറിച്ചും അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ അവിടെ പ്ലേ ചെയ്യാം. അതിൽ തുടങ്ങാം അല്ലേ? അത് പ്ലേ ചെയ്യണം. ശരി. ഓ, ഇതിലൊക്കെ ഭാവമായിട്ടുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ? ഈ കാര്യങ്ങളൊക്കെ ലക്ഷ്മിയുടെ സംഭവം വേറെയാണ്. ഇതൊന്ന് പ്ലേ ചെയ്ത് കേൾക്കാൻ നമുക്ക്. അല്ല, ലക്ഷ്മി ഇതിലൊക്കെ ഉണ്ട്. കാരണം ലക്ഷ്മി അവിടെ പെരുമ്പാവൂർ തന്നെയാണ് സ്റ്റേ ഉണ്ടായിരുന്നത്. പെരുമ്പാവൂർ തന്നെ നമ്മുടെ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെ ലക്ഷ്മി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ലക്ഷ്മി ഇതിൽ വരുന്നത്. പക്ഷെ ഞാൻ അതിലേക്ക് വരാം. ആദ്യം ഇതൊന്ന് ക്ലിയർ ചെയ്ത്, ഇതാണ് റോബിൻ രാധാകൃഷ്ണന്റെ പീഡനം. ഓക്കെ, പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ രാവിലത്തെ കാര്യമാക്കി ഇപ്പൊ നേരത്തെ കേട്ടോളേ. നീ എപ്പോഴാ വരുന്നത്? ഈവനിങ്ങിന് ശേഷം. ഏകദേശം എനിക്ക് റമീസ് ഇവിടെ പെരുമ്പാവൂരിലേക്ക് വരുന്നുണ്ട്. അപ്പൊ 2-3 മീറ്റിംഗ്സ് ഉണ്ട്. ഞാൻ അതിനനുസരിച്ച് ഫ്രീ ആവണം. ഏകദേശം ഒരു സമയം പറഞ്ഞു. എന്നാ പിന്നെ ഞാൻ ആ സമയത്ത് ഫ്രീ ആയല്ലോ. എനിക്ക് കംഫർട്ടബിൾ ഒരു 10 o'clock. 10 ശേഷം. അപ്പൊ ഞാനൊരു 9 വരെയുള്ള ഞാൻ ഷെഡ്യൂൾ ചെയ്യട്ടോ. അപ്പൊ 9 ശേഷം ഇനി എപ്പോ അവിടെ വന്നാൽ ഞാൻ വീട്ടിലുണ്ടാവും. 10 ആയാലും ഇനി 10-ന് ശേഷം 10:30 ഒക്കെ ആയാലും കുഴപ്പമില്ല. ഓക്കെ ഞാൻ ഒരു 10-10:30 ഞാൻ പറ്റുന്ന രീതി ചെയ്യാം. ഒന്ന് കേട്ടു. അപ്പോ
10:30 മണി എത്തിച്ചത് റോബിൻ രാധാകൃഷ്ണൻ തന്നെയാണ്. കപിൽ ദേവായിൽ ഒരു ബന്ധമില്ല. രാവിലെ വിളിക്കാൻ നീ എടുത്തു പറയുന്നുണ്ട് അതിനകത്ത്. പുറത്തുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ ഓഫീസിലേക്ക് വിളിക്കാനേ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം എൻ്റെ ഓഫീസ് അവിടെ ഉള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളെ രണ്ടാമത്തെ കോൾ, ഇത് ക്രൂഷ്യൽ കോളാണ്. ഇതിൽ ചില പേരുകൾ പറയുന്നുണ്ട്. അവിടെ എത്തി ഞാൻ ബ്രേക്ക് ചെയ്യാണ്. കാരണം മറ്റുള്ളവർ നമ്മൾ വലിച്ചു അത് ചെയ്യാനും പാടില്ല. കാര്യം പറഞ്ഞാൽ മതി. നമുക്ക് ഒരു ഇത് ഹൈഡ് ചെയ്യേണ്ട കാര്യമല്ല. ഇത് ആക്ച്വലി ഒരു ബെറ്റർ ഓപ്ഷൻ ആണ് എനിക്ക് എന്ത് ചെയ്തിരിക്കുന്നത് തന്നിട്ടുണ്ട്. അപ്പൊ ഉറപ്പായിട്ട് ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞിട്ടേ പറ്റൂ. അപ്പൊ ഞാൻ പുള്ളിക്കാരുടെ പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇതാണ് സംഭവം, ഇതാണ് കാര്യം. ഞാൻ എന്നിട്ട് പറഞ്ഞു, അത് വീഡിയോന്റെ കാര്യം ഒന്നും പറഞ്ഞില്ല, പേപ്പർ എഴുതി കൊടുക്കുന്ന കാര്യം എന്ത് ചെയ്ത് ഞാൻ പറഞ്ഞു. ഇതേപോലെ 31st അത് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യുന്ന കാര്യം ചെയ്യാം. എന്റെ റോബിനെ, ഇതിന്റെ മുമ്പേ നീ വീഡിയോ ഒക്കെ തരാന്ന് പറഞ്ഞിട്ട് പോലും ഞാൻ അത് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല ഇന്ന് വരെ. നീ ലാസ്റ്റ് നീ അയച്ചെന്ന വീഡിയോ എന്ന് പറഞ്ഞല്ലാതെ അതുപോലും എന്റെ കയ്യിൽ ഇതാക്കാൻ എനിക്ക് അതൊന്നും ഈ വീഡിയോ ഇതൊന്നല്ല കാര്യങ്ങള്. നമ്മള് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തീരുക. നമ്മള് ശത്രുക്കളല്ല. എനിക്ക് നിന്നോട് ഒരു ശത്രുതയില്ല, ഞങ്ങൾക്ക് ഇങ്ങോട്ടുമില്ല. എനിക്ക് എനിക്ക് നിങ്ങളടുത്ത് ശത്രുത എന്ന് പറയുന്നത് എന്ത് ശത്രുത, എന്തിനാണ് വരേണ്ട? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇതില് കുറെ ചില കേസിൽ കുറച്ച് ഈഗോ ഇഷ്യൂസ് ഉണ്ടായി. ഞാൻ പറഞ്ഞില്ല, ഞാൻ പറഞ്ഞു വിളിച്ച് അങ്ങനെ വിളിച്ച് അത് വിളിച്ച് ഇത് വിളിച്ച് ലക്ഷ്മി എനിക്ക് ഈഗോ ഇല്ല. അല്ല, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇത് ഞാൻ പറഞ്ഞേ. എനിക്ക് നിങ്ങളടുത്ത് അല്ല ദേഷ്യം. ഞാൻ ഇപ്പോഴും പറയാം, എനിക്ക് നിങ്ങളടുത്ത് ഒരു സെക്കൻഡ് ദേഷ്യം ഇല്ല. മനസ്സിലായില്ലേ? നമ്മൾ തമ്മിൽ ഒരു പ്രശ്നമില്ലാതെ ഹാപ്പി ആയിട്ടാണ് പോണത്. നമ്മൾ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അതൊന്നും വലിയ ഇഷ്യൂ ആയിട്ടൊന്നും വന്നിട്ടില്ല. ഇതെന്താ സംഭവിച്ചാൽ വേറെ ആളുകളുടെ പേര് ഇവിടെ വരിക. ഇനി നമ്മൾ അവിടം വരെ പ്ലേ ചെയ്തിട്ടുള്ളൂ എന്ന് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പരസ്യമുണ്ട്. ഇനി റോബിൻ പറയാണ് അതെന്തുകൊണ്ട് പ്ലേ ചെയ്തില്ല എന്ന് റോബിൻ ചോദിക്കരുത്. നമ്മൾ പ്ലേ ആ സാധനം കേൾപ്പിക്കാം. പക്ഷെ അത് 2-3 സ്ത്രീ അല്ല, അത് കൂടെ പറയണല്ലോ. അല്ല, ഇത് എന്താ സംഭവം? അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്തത്. ഇവന്റെ പ്രസ് മീറ്റിൽ അവൻ ഇങ്ങനെ കളിക്കുന്ന പരിപാടി അബിൽദേവിനില്ല. ആ വോയിസ് ഞാൻ പ്ലേ ചെയ്യാം. അതിൽ 2-3 സ്ത്രീകളും വൈഫിന്റെ ഒക്കെ അബൌട്ട് വൈഫിനെ കുറിച്ചാണ് അവൻ പറയുന്നത്. എനിക്ക് അതുകൊണ്ടാണ് അത് വേണമെങ്കിൽ അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ തന്നെ ഹൈദർഖാന്റെ 100% കൊടുക്കാം. പോട്ടെ, ഇനി ഹൈദർഖാൻ എന്താണ് അവൻ പറഞ്ഞത്? പക്ഷേ അതിൽ നിന്നും ഈ ഓഡിയോയിൽ 2 ഓഡിയോയിൽ ഞാൻ കേട്ടു. ഒന്നാമത് സമയം നിശ്ചയിച്ചത് അവനാണ്. അതെ. രണ്ടാമത്തെ ഓഡിയോയിൽ നിങ്ങളുമായിട്ട് യാതൊരു പ്രശ്നമില്ല. നമ്മൾ ഡിസംബർ 29-ലാണ്. ഡിസംബർ മാസം ഒരു പ്രശ്നമില്ല എന്ന് പറയുന്നു. ഒരാളുടെ അടുത്താണ് പ്രശ്നം എന്ന് പറയുന്നു. അത് പേര് പറഞ്ഞിട്ടില്ല. അതിനകത്ത് പേരിന് ലക്ഷ്മിയുടെ പേര് ഇടയ്ക്ക് അതിനകത്ത് വരുന്നുണ്ട്. ലക്ഷ്മിയുടെ പേര് വരുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞങ്ങളെ ഒരു ഫ്രണ്ട് ഗ്യാങ്ങിലേക്ക് ഇവൻ കയറി വരികയാണ്. ഇവരുടെ ഫാമിലി മൊത്തം ഞങ്ങൾ ഒരുമിച്ച്, ഞങ്ങൾ ഒരേ രീതിയായി. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് ഇവനെ സംശയമുണ്ട്. അപ്പൊ ഇവന്റെ ഒരു പൊസസീവ്നെസ്സും പ്രശ്നങ്ങളും ഇങ്ങനെ വരുന്ന ഞങ്ങളെ ഗ്യാങ്ങിലേക്കൊക്കെ നടക്കുന്നതിനൊക്കെ ചെറിയ അസ്വാരസ്യം. അപ്പൊ അതിൽ ലക്ഷ്മി ഉണ്ട്, എൻ്റെ കൂടെയുള്ള ധന്യ ഉണ്ട്. അതാണ് അവിടേക്ക് ഉള്ള ടോക്ക്. അതാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അതാണ് അതിൽ ഉള്ളത്. ലക്ഷ്മി പറഞ്ഞു തുടങ്ങി. അല്ല, ഇതെന്താ വെച്ചാൽ ഞാൻ ഇവിടെ ഒരു വല്യേട്ടനാവുന്ന സമയത്ത് എന്താ ഉണ്ടാവുക? എൻ്റെ 2 ബ്രദറും ബ്രദറിന്റെ വൈഫും ഇവരുടെയൊക്കെ കാര്യങ്ങൾ കേട്ട് സത്യം ഹരിതർക്ക് ഒരു ദിവസം 1.5 മണിക്കൂർ വെച്ച് ഞാൻ സംസാരിക്കും. വിരുവോ. അപ്പൊ ഇവന്റെ പ്രശ്നങ്ങൾ കേൾക്കാനേ സമയമുള്ളൂ. ഇവന്റെ പ്രശ്നങ്ങൾ കേൾക്കാനേ സമയമുള്ളൂ. എനിക്ക് ആദ്യം ഫോർഗെറ്റ് എവറിത്തിങ്. എനിക്ക് ആകെ പ്രൂവ് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് ഭീഷണിപ്പെടുത്തിയതല്ല. 100% ഓഡിയോ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ട്, ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ഇതിനൊരു ടേലന്റ് ഉണ്ട് എന്ന് വിചാരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ രാത്രി അവിടെ വന്നിട്ട് ഒരു ഭീഷണി നടന്നു കഴിഞ്ഞാൽ ഹൈദർഖാൻമാർക്ക് ഇത്രയും വിദ്യാഭ്യാസമുള്ള, ലോകപരിചയമുള്ള, ഡോക്ടറായുള്ള ഒരു വ്യക്തി അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും സഡൻലി ഉണ്ടാവേണ്ടത്? ഇപ്പൊ നോക്കണം, ഇന്നത്തെ പ്രശ്നം ലക്ഷ്മിയുടെ ഒരു പോസ്റ്റിനാണ് ഇവൻ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്, ഡ്രേക്കിന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. എത്ര പേര് ഇവിടെ പോസ്റ്റ് ഇടുന്നുണ്ട്? അവരോടൊന്നുമില്ലാതെ ലക്ഷ്മി സർക്കാസ്റ്റിക്കലി ഒരു അവന്റെ ഇലക്ഷന്റെ ഒരു പ്രചരണം, അമ്മ മരിച്ചു കഴിഞ്ഞതിന് ശേഷം 41 പോലും തികയാത്ത മുമ്പ് ഇവന്റെ കുറച്ച് പ്രകടനം കണ്ടപ്പോ അത് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ അറിയാമല്ലോ. ആ രീതിയിൽ ഒരു ചെറിയൊരു വീഡിയോ പുള്ളിക്കാരത്തി ചെയ്തെന്നുള്ളൂ. ഇതിൽ ട്രിഗേർഡ് ആയിട്ടാണ് ഡ്രേക്കിലേക്ക് എത്തുന്നതും ഈ പ്രസ് മീറ്റിലേക്ക് എത്തുന്നതും.
അല്ലേ? അതെ. അപ്പൊ ഇത്രയും ആൾക്കാർ, നൂറുകണക്കിന് ആൾക്കാർ വീഡിയോ ഇടുമ്പോൾ ലക്ഷ്മിനോട് മാത്രം പേടിക്കേണ്ട റോബിൻ എന്താണ് അവിടെ ഉള്ളത്? ഇതൊരു ചോദ്യം. ഓക്കെ, ഞാൻ വരുന്നു. ഈ ഇതിന്റെ അപ്പുറം തന്നെ വേറെ എന്തോ അന്ന് രാത്രി അവിടെ നടന്നു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ എന്താകണം? ഇവൻ കംപ്ലൈന്റിന് എന്തെങ്കിലും പോകണം. കാരണം ജനുവരി 31 ഓനൊരു കംപ്ലൈന്റ് കൊടുത്ത്, അങ്ങനെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഭീഷണിപ്പെടുത്തി അവന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നത്. അന്ന് പിന്നെ ഇലക്ഷൻ പോലും ആയിട്ടില്ല, ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇവന് സീറ്റ് കിട്ടുമെന്ന് ഒരു പ്രതീക്ഷയും ഇല്ല. അതിനു മുമ്പ് ഇവൻ ആലോചിച്ച് കൂട്ടാണല്ലോ എന്റെ ഇലക്ഷൻ ഭാവി. എന്തെങ്കിലും ഒരു നാൾ ആരോടെങ്കിലും ഒന്നും പറയണ്ടേ? പിറ്റേ ദിവസത്തെ കോൾ എന്താന്ന് പറയാം, രാവിലത്തെ കോള് ഞാൻ വെച്ചാൽ മഞ്ചാരോ ഇല്ലേ, മഞ്ചാരോ ഒരു പെണ്ണെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റുമോ? നീ ഡോസ് കൂട്ടി എടുത്തിട്ട് കാര്യങ്ങളൂടെ മനസ്സിലായി. ഞാൻ നീ ഇപ്പൊ സ്റ്റാർട്ടിങ് 7.5 എടുക്കുക. നെക്സ്റ്റ് പൊടി അടിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ മാത്രം. ഓക്കെ, അപ്പൊ നീ എടുക്കുന്ന വെച്ചാല് ആദ്യം 7.5 എത്ര ഈ ഒരു ഇതെന്താ സംഭവിച്ചാല്, ഇവൻ അത്യാവശ്യം നല്ല സൈസ് ആണ്, ഒരു 112 കിലോ ഒക്കെ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ മുഞ്ചാരോ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അത് ഒരു റൗണ്ട് ഇതിൻ്റെ മുമ്പ് അവൻ എടുത്തതാണ്. ഇവിടുത്തെ ഒരു ക്ലിനിക്ക് ഒരു ഡോക്ടർ എടുത്ത് പോയിട്ട്. അപ്പം ഞാനത് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ വെയിറ്റ് ലോസ്, നമ്മളിങ്ങനെ തടിക്കൊന്നുമില്ല. ആ ഇഞ്ചക്ഷൻ ഇവന് ഡോക്ടർ എടുത്ത് പോയിട്ട് പൈസ കൊടുക്കാതെ ചെയ്യാൻ മെഡിസിൻ എനിക്ക് ഓർഡർ ചെയ്ത് തരുമോ എന്നുള്ളതാണ് നെക്സ്റ്റ് ഡേ ഫസ്റ്റ് കോളാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത കോള്, അടുത്ത ദിവസം പിന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഒരു 10 മിനിറ്റ് മുഞ്ചാരോ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എനിക്കൊരു 5 ലക്ഷം രൂപ കിട്ടും. ഓക്കെ, അപ്പം ഞാൻ വേറൊരു രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതാ. ഓക്കെ, പലിശ കിട്ടുന്നതാ. അപ്പൊ എനിക്കൊരു 65,000 രൂപ കൊടുക്കണം. നാളെ ഈവനിങ് എന്ത് ചെയ്യും? എനിക്ക് ആ ഫണ്ട് തരും. ഞാൻ പറയട്ടെ, ഞാൻ ഒരു മാസമല്ലേ സമയം ചോദിച്ചു. ഞാൻ ഒരുപാട് കിടന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ കൂട്ടി ഇത് ചെയ്യാനായിട്ട്. മനസ്സിലായില്ലേ? എനിക്ക് നാളെ ഒരു 5 ലക്ഷം രൂപ കിട്ടും. ഈവനിങ് ആകുമ്പോൾ കിട്ടും. മനസ്സിലായില്ലേ? ക്യാഷ് ആണെങ്കിൽ ഞാൻ ഇതിങ്ങനെ കുറെ കഥയാണ്. ഇതില് നമുക്ക് ഇനി വാട്സപ്പിന്റെ ചാറ്റും കൂടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലോ. ഇതൊക്കെ ഇത്രയും പൈസ അപ്പത്തേക്ക് 36,75,000 കിടന്ന ഞാൻ പൈസ കൊടുക്കാണ്ട് അത് ഡിസ്പ്യൂട്ട് അല്ലാതെ തെളിയിക്കുകയാണ് ഞാൻ. ജാനുവരി 3 സൂം ചെയ്, ജാനുവരി 3 അവന്റെ ചാറ്റാ. എന്താ പറയുന്നത്? ബ്രോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പറയണേ പ്ലീസ്. അപ്പൊ ഞാൻ എത്രയായി ഇതൊക്കെ ചെയ്ത് ചെയ്യുന്നത്? 90,000 ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൽ പറയുന്നുണ്ട് റോബിൻ ഒരു ചേഞ്ച് ഉണ്ടാവരുത്, നാളെ 8 മണിക്ക് എനിക്ക് പൈസ തരണം. ഒരു ദിവസത്തേക്ക് ഇത് പറഞ്ഞിട്ടാണ് മേടിക്കുന്നത്, പക്ഷെ തന്നിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒരു ഹണി ട്രാപ്പിലൊക്കെ പെടുത്തി ഭീഷണിപ്പെടുത്തി ഇവന്റെ കോൾസാണ്. ഇനിയിപ്പോൾ ആ മാസം ഞാൻ എത്ര തവണ എൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട് അറിയാനെ? എത്ര പ്രാവശ്യം സംസാരിച്ചു, ഈ ഇതില് ചില കാര്യങ്ങൾ പുറത്തു വിട്ടാ ഞാൻ പറഞ്ഞേ എവിടെയോ എത്തും. കാരണം പാർട്ടി എനിക്ക് ഇവനോടാണ് ഇപ്പൊ ഇത് പേഴ്സണലാണ്. ഇപ്പൊ ഇത് പേഴ്സണലാണ്. കാരണം പണം സെക്കൻഡറി ആണ്. എനിക്കിപ്പോ അവിടെ പണം സെക്കൻഡറി ആണ്. എതിർക്കാം. ഇത് പ്രൈമറി എനിക്ക് തെളിയിക്കേണ്ടത് ഞാനൊരു കുട്ടീൻ്റെ അച്ഛനാണ്. വേറൊരാളെ നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തി ചെയ്തു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ടായതെടുക്കാം നഷ്ടപ്പെടുത്തൂല. ഇത് പേഴ്സണലായി കഴിഞ്ഞു. ഇതിന് റോബിൻ രാധാകൃഷ്ണൻ മരണം വരെ എന്നെ മറക്കൂല. അത് ഏതറ്റം വരെയും പോകും. പൈസ സെക്കൻഡറി ബായി. നമ്മൾ എത്ര ബിസിനസ് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്, കാര്യങ്ങളുണ്ട്. ഞാൻ വലിയ 40 ലക്ഷം എന്നൊന്നും വലിയ ഇതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവൻ തന്ന എൻ്റെ മേഖല സോഷ്യൽ മീഡിയ അല്ല, ഓൺലൈൻ മീഡിയ ഒന്നും എൻ്റെ മേഖലയല്ല. ഞാൻ നിൽക്കുന്ന മേഖല ഹരിതർക്കാർ ശരിക്കും അറിയാം. ഫാഷൻ എന്ന് പറയുന്നത് അതൊരു ഹൈ ക്ലാസ് സൊസൈറ്റികൾ വരുന്ന, അവിടെ റെപ്യൂട്ടഡ് ആയിട്ട് ആൾക്കാർ വരുന്നത്. അവിടെ ഇവൻ ഈ വാരി വെതറി ഇവൻ്റെ പൊറോട്ട നാടകം. ഇതിന് മുമ്പ് ആ കോളേജിൽ കയറിയിട്ട് പോർഷെ പനമേര 1 നിങ്ങൾ കണ്ടതാണ്. ആ കോളേജിൻ്റെ പ്രകടനം. പനമേര 2 ആണ് ഇവിടെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്നത്. അവൻ്റെ കറക്റ്റ് അവൻ്റെ സിനിമ രാവണ യുദ്ധം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ അങ്ങോട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ എൻഡ് ഞാൻ കാണിക്കുള്ളൂ. ഇവന് ഫസ്റ്റത്തെ ഒരു ചോദ്യം, ഇവൻ 2-3 ഇവൻ്റെ പ്രസ് മീറ്റ് ഇതൊക്കെ ശ്രദ്ധിച്ചോ, എങ്ങനെയാണ് അഭിസംബോധന ചെയ്യുന്നത്? ഇതിനെല്ലാം കാരണം പീഡന കേസിലെ പ്രതി അബിൽ ദേവ്. ഇവൻ്റെ തുടക്കം അതാണ്. ഏത് കേസാണ് ഇതൊക്കെ പറയും എൻ്റെ പേരിലുള്ള?
എൻ്റെ പേരിലുള്ള ഒരു കേസ് എന്താണുള്ളത്? ഏത് കേസാണ് ഇതൊക്കെയുള്ളത്? ഒരു ആള് എന്താണ് ആ കുട്ടി പോലും പറഞ്ഞിരിക്കുന്നത്? എന്നോട് സ്നേഹമില്ലാത്തത്, അത് വെർബൽ അബ്യൂസ് എന്നാണ് ആ കുട്ടി പറയുന്നത്. ഞാൻ ഒറ്റയ്ക്കാ ഫൈറ്റ് കൂടിയ, 14 പേരിൽ ഒറ്റയ്ക്ക് ഞാനാ ഫൈറ്റ് കൂടിയ ഇതൊക്കെ അല്ലേ, ഞാനല്ലേ കൂടിയത്. അവിടെ വന്ന് എന്നെ വരെ ആ കുട്ടി പോലും കേസ് കൊടുത്തിട്ടില്ല. പിന്നെ ഏത് കേസിൽ ഇവൻ ഏത് അർത്ഥത്തിൽ ഒരു പീഡന കേസിലെ പ്രതി എന്ന് ഇവൻ എന്നെ അഭിസംബോധന ചെയ്യും? ഫസ്റ്റ് ഫൈറ്റ് ഇവൻ്റെ അടുത്തുള്ള. അവിടെ ഞാൻ പറയുന്നത് എനിക്കൊരു കുട്ടിയുണ്ട്, നാളെ അവളും വളർന്നു വരികയാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ എത്തിച്ച ഞാനല്ല. ഈ കാര്യങ്ങളും ഡ്രേക്കും ഈ പ്രസ് മീറ്റ് തുടങ്ങിയതിന് ശേഷമാണ് അബിൽദേവ് വരുന്നത്. ഇത് ഫസ്റ്റ്. രണ്ടാമത്തെ ഒരു ചോദ്യം എന്താണ് വരുന്നത്? ഇൻഡയറക്ട്ലി നമ്മളിലേക്ക് ചൂണ്ടിയിട്ട് പറയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് ഒരു മലയാളി പ്രേക്ഷകർ അതിനെ എടുത്തു കാണുക? അർത്ഥം ഒന്നേ ഉള്ളൂ, റോബിന് ആൾക്കാർ തമ്മിൽ ഫ്രണ്ട്ഷിപ്പോ അങ്ങനത്തെ ഒരു ബന്ധമൊന്നും റോബിന് ഞാൻ ഇന്ന് വരെ അവനൊരു ഫ്രണ്ട്ഷിപ്പോ നല്ലൊരു ഫ്രണ്ടോ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ റോബിനും ഇല്ല. വൈഫിനുള്ളത് അതുപോലും ബന്ധമെല്ലാം നശിപ്പിച്ചു, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് തിരിച്ചു കൊടുക്കത്തില്ല, അല്ലെങ്കിൽ വേറൊരു രീതിയിൽ. അപ്പൊ എല്ലാം കാണുന്നത് പോലും ഈ ഒരു കണ്ണില് മാത്രമാണ്. അങ്ങനെ ഒരു വെറുതെ ഗസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സെന്റൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇത് രണ്ടാമത്തത് ഈ രീതിയിലേക്ക് എടുത്ത് ചാടിച്ചു. മൂന്നാമത്തെ കാര്യങ്ങളിലേക്ക് വരുന്നത് ഇപ്പൊ ഡ്രേക്കിന്റെ കേസിൽ പറയുന്നുണ്ട്, ഇവൻ വിളിച്ചു വരുത്തി അവന്റെ വീട്ടിലിരുന്ന് ഇവര് ഫാമിലി ആയിട്ട് വരെ ഫോട്ടോ ഇട്ടിട്ട് അടുത്ത പേര് അവന്റെ പറഞ്ഞ പോസ്കോ കേസിലെ പ്രതിയാണ് അവൻ, മണ്ടൻ എന്ന് പറഞ്ഞിട്ടാ തുടങ്ങുന്നത്. ഇവിടെയാണ് ഞാൻ മീഡിയയിലേക്ക് വന്നേ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് അബിൽദേവ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ചെയ്യില്ല. ലക്ഷ്മിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ട് പല കാരണം കൊണ്ടും ഇവൻ്റെ പ്രകടനം കണ്ടിട്ട് നൂറുകണക്കിന് ആളുകൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരത്തെയും സർക്കാസ്റ്റിക്കലി ചില കാര്യങ്ങൾ ചോദിച്ചു. ഇനി ഈ ജാനുവരി പോട്ടെ, ജാനുവരി തുടർന്ന് പോയിട്ട് ഫസ്റ്റ് റോബിൻ ഒരു കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തത് ഇതേമാതിരി നമുക്ക് തെളിയിക്കണ്ടോ? ഇവൻ എന്താ പറയുന്നത് കംപ്ലൈന്റ് കൊടുക്കുന്ന കാര്യം? ജാനുവരി 31 അബിൽദേവിന്റെ പേരിലും ലക്ഷ്മിന്റെ പേരിലും ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു തുമ്പ സ്റ്റേഷനിലേക്ക്. ഞാൻ കൊടുത്തു, എന്നെ ഭീഷണിപ്പെടുത്തിയിട്ട്. ഇതിലൊരു പോയിന്റ്, ലക്ഷ്മിനെ അബ്യൂസ് ചെയ്തു, ഫോണിൽ കൂടെ മോശമായി സംസാരിച്ചു, തെറി വിളിച്ചു എന്ന് അവൻ പ്രസ് മീറ്റിൽ പറഞ്ഞു. ഓക്കെ, അപ്പൊ സ്ത്രീ വിരുദ്ധത, ഒരു സ്ത്രീയോട് മോശമായിട്ടുള്ള അപമര്യാദയായിട്ടുള്ളത് ചെയ്തു എന്നുള്ളത് അവൻ തെളിയിച്ചു. അവൻ തന്നെ പറഞ്ഞു. ഒന്ന് ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിക്കട്ടെ. ഓക്കെ, 1-ാം തീയതി ലക്ഷ്മിന്റെ ഫോൺ എടുത്തിട്ട് ലക്ഷ്മി അതെടുത്തിട്ട് 1-ാം തീയതി ചാറ്റ് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കാം. 1-ാം തീയതി എനിക്ക് അയച്ച മെസ്സേജും ലക്ഷ്മിക്ക് അയച്ച മെസ്സേജും നമ്മൾ രണ്ടുപേരും കാണും. സംഭവം ഇത്രയേ ഉള്ളൂ. തെറി വിളിച്ചു, ഇവന് ബോധ്യം വന്നു. അടുത്ത സെക്കൻഡ് നമ്മൾ റോയേട്ടൻ മരിച്ച ദിവസമായി പോയി. ഞാൻ അന്ന് രാത്രി പോയി വെക്ക് അതിൽ കറക്റ്റ് പോയിന്റ് വെക്കുക. സോറി മെസ്സേജ് വെക്കില്ല. ഫെബ്രുവരി 1-നാണത്. ഇവൻ എന്തിന് സോറി പറയണം? ലക്ഷ്മിനോട് എന്തിന് സോറി പറയണം? കംപ്ലൈന്റ് എന്തൊക്കെയാണ് ലക്ഷ്മി എഴുതിയിരിക്കുന്നത്? അന്നത്തെ ആ ദിവസത്തിന് അങ്ങനെ സംസാരിച്ചതിന് സോറി, അപ്സെറ്റ് ആയതുകൊണ്ട് സംസാരിച്ച. ഞാൻ പറഞ്ഞു എനിക്ക് വലിയ സംസാരിക്കാൻ താല്പര്യം, ഒന്നാമതേ തട്ടിപ്പ് നടത്തുന്ന എന്റെ മെസ്സേജ് 1-ാം തീയതി അബിൽദേവിന്റെ പേരില് പണമൊന്നും കൊടുക്കാനില്ലാത്ത അബിൽദേവിന്റെ അടുത്തേക്ക് അവൻ അയച്ച മെസ്സേജ് 1-ാം തീയതി ഫെബ്രുവരി 1. ഇതില് ഈ ജാനുവരിയിൽ 36,75,000 കഴിഞ്ഞിട്ട് ഒരു 6 ലക്ഷം കൂടി കൊടുത്തു. ആ 6 ബ്ലോക്കായി, അതും ബ്ലോക്കായി. കാരണം അത് ഞാൻ ലോൺ എടുത്തിട്ടാ കൊടുക്കുന്ന. എന്തിനാണ് ഇങ്ങനെ തരാതെ? ഇതിന്റെ കേസ് എന്താന്ന് അറിയോ? ഇത് വ്യക്തിബന്ധം വളർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന എന്റെ വീക്ക്നെസ് ആയിരിക്കും. ഇത് ഇവന്റെ ലൂപ്പ്. നിങ്ങൾ ഈ എല്ലാ കോളും കേട്ട് കഴിഞ്ഞാൽ ഇവനെ കൊണ്ടുവരുന്ന ഒരു രീതി ഉണ്ടായി. ഞാൻ അതിൽ പെട്ടു. നിങ്ങൾ അറിയില്ല. ഞാൻ ഒരു അനിയനെ ഒരു ജ്യേഷ്ഠൻ എങ്ങനെ കൊണ്ടുനടക്കും? ഒരനിയനെ ഒരു ചേർത്ത് പിടിക്കുക. ഓൻ ചാവാൻ കിടക്കുന്ന സ്ഥലത്ത് ഇവനെ ഞാൻ പറഞ്ഞത് ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്, എനിക്ക് ദേഷ്യം വരുമ്പോഴാണെങ്കിൽ ഇവനൊരു മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല. പക്ഷെ സാമ്പത്തിക അച്ചടക്കമില്ലാതെ ഇവൻ കുഴിയിൽ ചെന്ന് ചാടിയെന്നായിരുന്നു ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ഹീസ് മൈൻഡ്, ഒരു ഫിനാൻഷ്യൽ ക്രിമിനലിസം അവന്റെ ബ്രെയിനിൽ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇവൻ ഈ പ്രാവശ്യത്തെ ഈ ഡാറ്റയൊക്കെ പുറത്ത് വിട്ട് ഇവന്റെ ഇപ്പോഴത്തെ പ്രസ് മീറ്റ് പ്രകടനം കാണുമ്പോഴാണ് ഇവന്റെ ഫിനാൻഷ്യൽ ക്രൈമിലേക്ക് ഇവനെ നയിക്കുന്ന, ഇവൻ എന്തും അതിനു വേണ്ടി പറയും എന്ന രീതിയിലേക്ക് ഇവൻ മാറിയത് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇത് 1-ാം തീയതിത്തെ മെസ്സേജാണ്.
1-ാം തീയതി ഞാൻ അവന് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ പിന്നെ അതിന് റിപ്ലൈ കൊടുക്കുന്ന എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ്. ഇതാ 1-ാം കഴിഞ്ഞിട്ട് ഇതാ നോക്കിയാടെ അടുത്ത് അത് കഴിഞ്ഞിട്ട് അവൻ അടുത്തൊരു ഫംഗ്ഷൻ, ചീഫ് ഗസ്റ്റ് ആയിട്ട് പോകുന്ന ഫംഗ്ഷൻ. പിന്നെ ഈ ഉമ്മകളൊന്നും നോക്കരുതേ, ഓക്കെ, മിണ്ടുവോ. പിന്നെ ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നത് 16-ാം തീയതിയാണ്. എന്നെ ചതിച്ച കഥകൾ റോബിൻ എല്ലാം ഇന്നത്തോടെ തീർന്നു, ട്രസ്റ്റ് നിന്നോട് ഒക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് അവൻ അയക്കുന്ന മെസ്സേജ്, ഫണ്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അത് തിരിച്ചു തരുന്നത്, എനിക്ക് കുറച്ചും കൂടി സമയം തരണം എന്നൊക്കെ. ഇതൊരു കാര്യം പറയട്ടെ, അല്ല ഇതില് ആദ്യത്തെ കേസല്ല അബിൽ, ഇത് ആദ്യത്തെ കേസല്ല. എന്റെ പൈസ എടുക്കുന്നത് ആദ്യത്തെ കേസല്ല. ഇത് വർഷങ്ങളായിട്ട് ആള് ചെയ്തുകൊണ്ടിരിക്കുന്നതാ. ഇങ്ങനെ പറഞ്ഞ് ഒരാളുടെ നിന്ന് എന്തുമാത്രം പൈസ എടുക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരു ബ്രേക്കിംഗ് പോയിന്റ് കാണും. ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര 1000 രൂപയെ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഫ്രണ്ട്സിന് കടം കൊടുക്കുവാണെങ്കിലും നമ്മുടെ ഒരു സർവൈവലും കൂടെ നോക്കുമല്ലോ. അങ്ങനെ എന്തുമാത്രം എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമോ? അതിന്റെ മാക്സിമം ഈ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ആള് ഈ ചുറ്റുമുള്ള ഈ സൗഹൃദം സ്ഥാപിക്കുന്ന ആൾക്കാരുടെ അടുത്തൊന്ന് വാങ്ങിക്കും. പിന്നെ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഞാൻ അയച്ചു അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കള്ളങ്ങളുമായിട്ട് വലിയൊരു നീണ്ട കുറേ ഡ്രാമ കാണിക്കും. അവസാനം നമ്മൾ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ ഇന്ന ഡേറ്റിന് മുന്നേ തന്നിട്ടില്ലെങ്കിൽ എന്ന് പറയുമ്പോഴത്തേക്കും ആൾ എന്ത് ചെയ്യും? ഒരു ഭീഷണി. ഇപ്പൊ നമ്മുടെ കാര്യത്തിൽ ഹണി ട്രാപ്പ് അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ 3-മതൊരാളുടെ കാര്യം പറഞ്ഞിട്ടില്ലേ, ദുബായിലുള്ള ഒരാള്, അത് സ്മഗ്ലിംഗ് ആണ്, നിന്റെ പൈസയൊക്കെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോഴും തെറി വിളിക്കും, തിരിച്ചിങ്ങനെ പരാതി ഇതാക്കും. ഈ ഒരു രീതി പുള്ളി എൻ്റെ അറിവിൽ ഒരു 4 വർഷമെങ്കിലും മിനിമം ഇതേ രീതി ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം കുറച്ച് പൈസ ഇല്ലേ, അതും കൊണ്ട് അവൻ പോയി നന്നാവുകയാണെങ്കിൽ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറെ പേര് മാറ്റി വെച്ചിട്ടുണ്ട്. ചെറിയ എമൗണ്ട് എന്ന് വെച്ചാൽ ഓരോരുത്തരെയും ബാധിക്കുന്ന എമൗണ്ട് എത്രയാണോ. നമ്മളാണെങ്കിൽ പോലും ഇപ്പൊ ഇത് പുറത്തോട്ട് വരാനുള്ള മെയിൻ കാരണം മോർ ദാൻ പൈസ വ്യക്തിഹത്യ ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഒരാളുടെ ക്യാരക്ടർ വ്യക്തിഹത്യ ചെയ്ത് അവരെ മോശമാക്കി കാണിക്കുന്നുള്ള രീതിയിൽ അതിന് ഓൺലൈൻ കൊട്ടേഷൻ കൊടുക്കാന്ന് പറഞ്ഞാൽ ആളുടെ ചിന്താഗതി ഒന്ന് ആലോചിച്ചേ. അത് നമ്മളൊക്കെ ആളുടെ അമ്മയുടെ 41 കഴിഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ അമ്മ മരിച്ച് 1-2 ആഴ്ചയിൽ ഇപ്പൊ കരയുന്നുണ്ട്, കണ്ണീര് കാണുന്നുണ്ട്, അതിലോട്ടൊന്നും പോകുന്നില്ല. ഒരാളുടെ വിഷമമായിരിക്കും, വാട്ട് എവർ. ബട്ട് ഹി വാസ് ഏബിൾ ടു ഗീവ് ആൻ ഓൺലൈൻ കൊട്ടേഷൻ ഓൺ ദ സെയിം ടൈം. ആ ഒരു സമയത്ത് ആൾക്ക് അതിൽ നിന്ന് ബാക്കിലോട്ട് പോകാൻ യാതൊന്നും മാനസിക വിഷമോ ഒന്നും ഉണ്ടായിരുന്നില്ല. പാർട്ടി പ്രവർത്തനങ്ങളിൽ പോകാൻ വിഷമം ഉണ്ടായിരുന്നില്ല. അപ്പൊ ചെയ്ത തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പം അത് മാത്രം എന്താ ബുദ്ധിമുട്ട്? അപ്പം മാത്രം എന്തിനാ വിക്ടിം കാർഡും കർച്ചിൽ കാർഡും അമ്മ കാർഡും ഒക്കെ എടുക്കുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് സമയത്ത് തിരിച്ചു തരാനുള്ള റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നു. എൻ്റെ അടുത്ത് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് കള്ളം പറയുന്നുണ്ട്. എന്തിനിങ്ങനെ കള്ളം പറയുന്നു? ബാക്കി എല്ലാവരും മിണ്ടായിരുന്ന പോലെ നമ്മൾ മിണ്ടായിരിക്കുന്ന വിചാരം ഒരിക്കലും ഇല്ല. പൈസ തിരിച്ചു കിട്ടുമോ കിട്ടാതിരിക്കോ സെക്കൻഡറി. ഏറ്റവും വലിയ എൻ്റെ ആവശ്യം ഇവൻ ഇനി ഇതുപോലെ ചെയ്യരുത്. ഇതുപോലെ ഫിനാൻഷ്യൽ ഫ്രോഡുമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ പാടില്ല. ഇനി ആർക്കും ഇത് സംഭവിക്കരുത്. ഇത് ഇപ്പോഴും ഉണ്ട്, പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ഒത്തിരി ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. എന്തും ആയിക്കോട്ടെ, പക്ഷേ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ, ആരെങ്കിലും അയാൾക്ക് പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്കൊരു വീക്ഷണം കിട്ടുമല്ലോ. ഇപ്പോൾ ഒരു ദീർഘവീക്ഷണം കിട്ടുമല്ലോ. അതനുസരിച്ചുള്ള നടപടി ചെയ്തിട്ട് മാത്രമേ. കാരണം ഇത്രയും വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. ജോലി ചെയ്താൽ ഒന്നും ആൾക്ക് തീർക്കാൻ പറ്റത്തില്ല, അസറ്റ് ഇല്ല. അപ്പൊ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം, ഓഫ് കോഴ്സ് ചെയ്തോട്ടെ, അതിനൊന്നും നമ്മളൊരു ഹിൻഡ്രൻസ് വെക്കുന്നില്ല. പക്ഷേ കൊടുക്കുന്നവര് നിങ്ങൾക്ക് നാളെ ഈ അവസ്ഥ വരാതിരിക്കാനുള്ള കാര്യം കൂടി ചെയ്തു വെക്കണം. ഇതിപ്പോ ഫെബില് ഇഷ്യൂ ഞാൻ പോവാണ്. അവിടെയാണ് ഇവൻ ജോബി ചേട്ടനെ ഇറക്കി. ജോബി ചേട്ടനെ വിളിച്ചപ്പോൾ ജോബി ചേട്ടന് വലിയൊരു പൈസ ഉണ്ട്. ജോബി ചേട്ടൻ അവിടെ കറക്റ്റ് ഗെയിം അങ്ങ് കളിച്ചു. പുള്ളിക്കാരൻ ഞങ്ങളൊക്കെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് കൊടുത്ത ആൾക്കാരാണ്. ഞാനൊക്കെ സേവിങ്സ് അക്കൗണ്ടിലാണ്. ഞാനൊരു ഫിനാൻസ് പരിപാടിയല്ലല്ലോ ഞാൻ കൊടുക്കുന്നത്. ജോബി ചേട്ടൻ ഫിനാൻസ് ആയിട്ട് അവന് കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് ആളുടെ കമ്പനി അക്കൗണ്ടിൽ നിന്ന് ഗുഡ്വിൽ ഇതിൻ്റെ ഫിനാൻസ് എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജോബി ചേട്ടൻ ഇവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ മോനെ, നീ എൻ്റെ ഫിനാൻസ് 2 ഫിനാൻസ് എടുത്തിട്ടുണ്ട്, അതിൽ ഒരു ഫിനാൻസ് വലിയ എമൗണ്ടാണ്, അത് തീർക്ക്. എന്നിട്ട് ഞാൻ ടോപ്പ് അപ്പ് ആയിട്ടാണ് 1 കോടി രൂപ തരാതെ, 1.5 കോടി രൂപ തരാതെ, 1.5 കോടി. അപ്പോൾ ഇവന് വലിയ പ്രതീക്ഷയായി, എവിടുന്നെങ്കിലും ആ പൈസ കൊടുത്തെടുത്ത എന്നെയൊക്കെ തീർക്കാം. അവൻ അതിലുണ്ടായിരുന്നു, സത്യം പറഞ്ഞാൽ അവൻ ആ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോയി ചേട്ടൻ നീട്ടി വലിച്ച് മാർച്ച് 8 വരെ മോനെ നീ അതൊരു സമയം കൊടുക്കണം. അപ്പൊ ഞാൻ ജോയി ചേട്ടനെ നിരന്തരം വിളിക്കും. അപ്പൊ ജോയി ചേട്ടൻ എനിക്ക് ഭയങ്കര ഉറപ്പ് വരുന്നത്, എന്നെ ഭയങ്കര, നീ ദൈവഗുരുത്തുള്ളവനാണ്, നിന്നെ അവന് ഭയങ്കര ഇഷ്ടമാണടാ, നീ മനസ്സിലാക്കുക, അവൻ തരും നിനക്ക്. 8-ാം തീയതി വലിപ്പിച്ചെത്തി. 8-ാം തീയതി ആകുമ്പോഴത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ജോബി ചേട്ടൻ്റെ പൈസ ജോബി ചേട്ടൻ കിട്ടി. 40 ലക്ഷം രൂപ ജോബി ചേട്ടൻ, 41 ലക്ഷം രൂപ. മിനിയാന്ന് എന്നോട് രാവിലെ സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ കഥ പറഞ്ഞു, ചിരിച്ചു പറഞ്ഞു, മോനെ എൻ്റെ പൈസ എനിക്കത് കിട്ടി. ഒരു ഫിനാൻസ് തീർന്നു, ഇനി ഒരു 17 ലക്ഷം കൂടി ഉണ്ട്, അത് ഞാൻ മേടിക്കാൻ എനിക്കറിയാം. പുള്ളിക്കാരൻ അത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് എനിക്ക് ഇങ്ങനെ നിങ്ങളെ പോലെ സോഷ്യൽ മീഡിയയിലേക്ക് വരേണ്ട ആവശ്യമില്ല, അത് ഞാൻ ഫിനാൻസ് കൊടുത്തല്ല, അത് എനിക്ക് മേടിക്കാൻ അറിയാമെന്ന് അയാൾ പറഞ്ഞു.
അപ്പൊ ഇതാണ് അവിടെ അയാൾ എത്തിച്ചത്. അപ്പൊ മാർച്ച് 8-ാം തീയതി പുള്ളിക്കാരൻ പിന്നെ എൻ്റെ അടുത്ത് സംസാരം വീണ്ടും തുടങ്ങി. ഞാൻ പറഞ്ഞു, മോനെ, ഞാൻ അന്നേ പറഞ്ഞു ഇയാൾക്ക് കൊടുത്താൽ അത് കിട്ടത്തില്ല, അത് നിനക്ക് എനിക്ക് തരാം, അവിടെ എൻ്റെ തീർക്കേണ്ടതല്ല ചേട്ടാ, ഇത് പറ്റിപ്പോയി. അയാൾ കുറേ കുറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. ലാസ്റ്റ് പിന്നെ ഒരു സെറ്റിൽമെന്റ് പറയാം. ഞാൻ പറഞ്ഞു, ഇനി നിന്നെ വിശ്വസിക്കണമെങ്കിൽ ടേബിളിന്റെ മുകളിൽ പൈസ വെക്കണം, എന്നാലേ വെക്കുള്ളൂ. ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും ലാസ്റ്റ് മേടിച്ച ജാനുവരിയിൽ മേടിച്ച 6 ലക്ഷം നീ വെക്ക്. ഏറ്റവും ലാസ്റ്റത്തെ ഫണ്ട് ജാനുവരി 22-ന് വെച്ച 6 വെക്ക് എന്നൊക്കെ. അങ്ങനെ ഒരു 3 ദിവസം സമയം ചോദിച്ചു. 6 ലക്ഷം രൂപ അവൻ തന്നു. ഇന്നലെ ഇപ്പൊ ഒരു വീഡിയോ അവൻ ഇറക്കിയിട്ടുണ്ട്. ഈ വീഡിയോ ഇതൊരു ക്ലിയർ ആയിട്ടോ, അത് പ്രേക്ഷകർക്കുള്ള ഒരു ക്ലാരിറ്റിയാണ്. റോബിൻ രാധാകൃഷ്ണൻ തന്നെ എനിക്ക് തന്ന ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ ഗൂഗിൾ ഡ്രൈവിലൊക്കെ ഇട്ടു. അപ്പോ ഇവൻ പറഞ്ഞു, അബിൽ ദേവും ലക്ഷ്മിയും തമ്മിൽ ഇപ്പൊ കണ്ടോ ഇവരുടെ കള്ളത്തരം തെളിയിച്ചു, ഞാൻ കൊടുത്തിട്ടില്ല. ആക്ച്വലി ഒരു കൺഫ്യൂഷൻ ഓൺലൈനിൽ നടന്നു. എന്താ വെച്ചാല് വേറൊരാൾ ഫണ്ട് അയച്ചു തന്നു, മോളില് ടു ഫ്രം റോബിൻ രാധാകൃഷ്ണൻ, നിങ്ങൾ എനിക്ക് GPay ചെയ്യുന്നു, നിങ്ങൾ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് ഫണ്ട് വരുന്നു. അതിന്റെ മുകളിൽ റോബിൻ രാധാകൃഷ്ണൻ എങ്ങനെ വരും എന്ന് പറയുന്ന ഒരു സംഭവം വന്നു. അപ്പൊ ലക്ഷ്മി അത് സ്റ്റോറി ഇട്ടു. അതിന്റെ പേരിൽ ഇവൻ ചാടി കയറി വന്നിട്ട് ഇത് എന്ന് പറഞ്ഞിട്ട് മാർച്ചില് ഇവൻ 6 ലക്ഷം രൂപ തന്നു. 90,000 രൂപ ഇവൻ GPay ചെയ്തു. ഒരു 5,10,000 രൂപ പ്രവീൺ പ്രസന്നൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നു. ഞാനത് ലാസ്റ്റത്തെ പ്രസ് മീറ്റിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ഇതുമില്ല. പക്ഷേ GPay നോക്കി കഴിഞ്ഞ സമയത്ത് എനിക്കറിയാം. എനിക്ക് അന്ന് നോക്കിയ സമയത്ത് ഏത് അക്കൗണ്ടിലാണ് വന്നതെന്ന് എനിക്ക് അറിയില്ല. ഇവൻ അയച്ചു എന്ന് പറഞ്ഞ സാധനം എനിക്കുള്ളൂ. കാരണം എൻ്റെ അക്കൗണ്ടിൽ നോക്കിയാൽ പോരാ, ആരാ അയച്ചതെന്നൊന്നും ഞാൻ നോക്കണ്ടല്ലോ. ആ ഒരു കൺഫ്യൂഷൻ ഓൺലൈനിലുണ്ട്. അത് ഇവനെ ഒരു കോണ്ടന്റ് ആക്കി മാറ്റിയിട്ട് അതാണ് ഇതിൽ ഏറ്റവും കോമഡി എന്താ അറിയോ, ഒരു കാര്യം ചെയ്യുമ്പോൾ ജനങ്ങൾ എന്നെ ഇത് ക്രോസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഞങ്ങളെ ഡൗട്ട് അല്ലായിരുന്നു, എന്തോരം പേര് മെസ്സേജ് ഇതാണ്. പിന്നെ കുറെ വീഡിയോ എന്താണ് ഇത് കാണിച്ചു, വാട്സപ്പിന്റെ സ്ക്രീൻ റെക്കോർഡിംഗ് ഇത് കാണിച്ചു. ഇത് ജനങ്ങൾ എന്നെ ചോദിക്കുന്നത് ടു ഫ്രം എന്താന്നുള്ളത്. അത് സത്യം പറഞ്ഞാല് അയാള് നെയിം സേവ് ചെയ്തതിന്റെ രീതിയിൽ ചെയ്തുകൊണ്ടാണ്. അയാൾ പൈസ തന്നു. ഈ പ്രവീൺ പാവ അയാളുടെ പൈസ പോയി എന്നല്ലാതെ, ഈ പ്രവീൺ പ്രസന്ന നിങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തേക്ക് വരും, നിങ്ങളുടെ പൈസ എന്തായാലും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. പാവം പിടിച്ച മനുഷ്യനെ. അയാള് ഈ മീൻ കച്ചവടം ചെയ്യുന്ന വ്യക്തിയാ. അയാളുടെ ഒരു വോയിസ് ഇവൻ അയച്ചിട്ടുണ്ട്, റോബിനെ ഇന്ന് എൻ്റെ കച്ചവടത്തിന്റെ ഫണ്ടാണ് കേട്ടോ ഞാൻ ഇത് മറക്കുന്നത്, അതുകൊണ്ട് ഇന്ന് എൻ്റെ കച്ചവടം നടന്നിട്ടില്ല എന്നുള്ളൊരു വോയിസ് ഇവനിക്ക് ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഇന്ന് എനിക്ക് നടന്നില്ല എന്ന്. അപ്പൊ ആ പാവം പിന്നെ ഒരു ഷബീർ എന്ന് പറഞ്ഞ വേറൊരാള്, അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് വരുമ്പോൾ ഞാൻ നോക്കും, ഓരോരുത്തർക്ക് 7 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് മേടിച്ചിട്ടുണ്ട്. അവർ ഈ കൊല്ലങ്കാരോ അല്ലെങ്കിൽ ആലപ്പുഴ എവിടെയോ ഉള്ളൊരു ടീംസാണ്, കായംകുളം ഭാഗത്തു നിന്നൊക്കെ ഇവൻ പറഞ്ഞത്. അപ്പൊ അവര് ഇനി എവിടെയാന്നുള്ള ഇതിൽ അറിയണം. എന്നിട്ട് ഇത് ലാസ്റ്റ് പറഞ്ഞാല് നമ്മള് മാർച്ചിലേക്ക് എത്തി. മാർച്ചിൽ ഈ 6 തന്നിട്ട് 23 വരെ ഇവനെ നീട്ടിക്കൊണ്ടുപോവാ. 23-ൽ തന്നില്ല, 29-ലേക്ക് മാറ്റിവൻ. അപ്പോഴത്തേക്ക് ഇലക്ഷൻ പ്രചാരണമൊക്കെ തുടങ്ങി. 23 വരെ സോഫ്റ്റ് ടോക്ക് ഉണ്ടായിരുന്നു. 24-ൽ ഗിയർ ചേഞ്ച് ചെയ്ത് തുടങ്ങി, ഫോൺ എടുക്കാതെ. അല്ല പിന്നെ ചേട്ടാ ഞാൻ ഇതിലാണ്, ഇലക്ഷനാണ്, അതാണ് ഇതാണ്. 29-ലേക്ക് എത്തുമ്പോഴത്തേക്ക് ഇവൻ പറയുന്നത് കുണ്ടറ BJP ഓഫീസിൽ വരിക, എന്നിട്ട് നിങ്ങളെ കണക്ക് പറ, അവര് തീർക്കും. പാർട്ടീനെ ഇവൻ വലിച്ചഴിച്ചു ഇതിലിട്ടു. കുണ്ടറവാ എന്ന് പറഞ്ഞിട്ട് പാർട്ടീനെ ഇവൻ കൊണ്ടുവന്നു. ഞാൻ ആ സമയത്ത് തന്നെ അതിൽ തന്നെ ലാസ്റ്റ് സമയത്തേക്ക് ഒരു ഓഡിയോ ഞാൻ പ്ലേ ചെയ്യാം. ഒരു ഓഡിയോ ഞാൻ പ്ലേ ചെയ്താൽ അത് കഴിഞ്ഞിട്ട് അതും കൂടി പ്ലേ ചെയ്യാം അല്ലേ, അതും കൂടി പ്ലേ ചെയ്യാം. കുണ്ടറ BJP-യിലേക്ക് എങ്ങനെ എത്തി? ഇത് പുറത്തു വന്നില്ലാത്ത കാര്യം കേട്ടോ. സെറ്റ് ചെയ്തിട്ട് വിളിക്കാമേ. ഇന്നലെ ഫുള്ള് അവരെ കൂടെ വിളിക്കാൻ പറ്റില്ല. എന്താണ് ഫണ്ടിന്റെ കാര്യം? എന്താണ് ഞാനിപ്പോ സിറ്റുവേഷൻ പറഞ്ഞുതരാം. ക്യാഷ് ആണ് ഉള്ളത്. ക്യാഷ് ഒരിക്കലും ഇലക്ഷൻ ടൈമിൽ എനിക്ക് കൊണ്ടുവരാൻ പറ്റൂല, മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്യണം. പാർട്ടി ഓഫീസിൽ നിന്നായിരിക്കും തരുന്ന. ഓക്കെ, അപ്പൊ നിങ്ങളോട് സംസാരിച്ചിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്. ആര് തരുന്നത്? ആരാണ് ആരാണെങ്കിലും എനിക്ക് അല്ല റോബിൻ, അത് ആരാന്ന് പറയാം. എനിക്ക് ക്ലാരിറ്റി താ റോബിനെ. എനിക്ക് ഈ കഥകളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇല്ല ബ്രോ, കഥകളൊന്നും ഇല്ല. ഇലക്ഷൻ ടൈമിൽ ഫണ്ട് കൊണ്ടുപോകാൻ പാടില്ലെന്ന് അറിയാലോ. എടാ ഇതല്ല നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ അത് എന്താ നീ ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ ബ്രോ, ഇലക്ഷൻ ടൈമിൽ ഫണ്ട് കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല.
മനസ്സിലായില്ലേ? അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. അത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നുള്ള റൂളുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ സ്ഥാനാർത്ഥിയും കൂടെയാണ്, മനസ്സിലായില്ലേ? അല്ല എന്നിട്ട് ഞാൻ എന്തായാലും ഞാൻ ഇതല്ലല്ലോ നമ്മൾ ഇത്ര ദിവസം ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഡോക്യുമെന്റ്സ് കാര്യങ്ങളായിട്ട് ഇവിടെ വന്നാൽ ഫണ്ട് കൊണ്ടുപോവാൻ നിങ്ങൾക്ക് സംസാരിച്ചിട്ട് കൊണ്ടുപോയി. ഞാൻ കണക്ക് കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സെറ്റിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ വാ. അല്ല ആര് സെറ്റിൽ ചെയ്യാനാ നീ പറയുന്നത്? ബ്രോ അത് ഫോണിൽ കൂടെ എനിക്ക് പറയാൻ പറ്റില്ല ബ്രോ. എന്റെ അടുത്ത് പോലും എനിക്ക് പറയാൻ പറ്റില്ല ബ്രോ. 40 ലക്ഷവും പാർട്ടി ഓഫീസിൽ നിന്ന് സെറ്റിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇവന്റെ തൻ്റെ എന്താ? ഞാനൊരു പാർട്ടിക്കാരനാണ്. ഇന്നേ വരെ പാർട്ടി അംഗത്വം ഒരു പാർട്ടിയിലും ഇല്ലാത്ത BJP എന്ന് പറയുന്ന ഘടകത്തിലേക്ക് പോയ സമയത്തേക്ക് ഇവന്റെ കടം തീർക്കലാണോ കുണ്ടറ മണ്ഡലത്തിന്റെ ഇത്? ആ പാർട്ടി എന്തുമാത്രം അധിക്ഷേപിച്ചിട്ടാ ഈ ഇതല്ല ഇതിന്റെ എതിർക്ക വേറൊരു സാധനം ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കണം. അത് ലോകം അറിയണം. അടുത്ത സ്റ്റേജിലേക്ക് പോരട്ടെ. ഇത് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അടുത്ത കോളില് പിറ്റേ ദിവസം വിളിക്കുമ്പോൾ അണ്ണാക്ക് തീരി തരാന്ന് അവൻ പറഞ്ഞു. 30-ാം തീയതി കോളില് ഞാനത് അവിടെ നിർത്തി. പിന്നെ ഞാൻ അപ്പം തന്നെ BJPയിലേക്ക് വന്നു. ഞാൻ ആ ഇലക്ഷൻ്റെ മുമ്പേ ഞാനിത് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ നോക്കിയാൽ മതി, ഇലക്ഷൻ സമയത്ത് ഇവനൊരു വീഡിയോ ചെയ്തു. ഈ ഓൺലൈൻ ഏതോ ഒരു മലയാളം ചാനൽ എന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, അത് അവർ ഇത്ര കാലം അവർ വന്നില്ലല്ലോ, ഇപ്പം ആണല്ലോ അവർ വരാൻ പോകുന്നത്. അപ്പൊ അതിൽ വേറെന്തോ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് എന്തെല്ലോ വിവരക്കേട് രാഷ്ട്രീയവൽക്കരിക്കുക. ഇവൻ ആ സമയത്ത് എന്തെങ്കിലും വേണ്ട അറിയാം. അബിൽദേവ് അവിടെ വരണമായിരുന്നു. അവിടെ ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BJP എന്നെ ഇങ്ങനെ പിടിച്ച് പീനട്ടാണ് ഞാൻ എന്നെ ഇങ്ങോട്ട് എടുത്ത് എറിയാനേ ഉള്ളൂ. കാരണം ഇത് രാഷ്ട്രീയവൽക്കരിച്ചു. ഞാൻ ആ സമയത്ത് ഇവന്റെ സ്ഥാനാർത്ഥികളെ ഞാൻ വിവരം അറിയിച്ചു. അവർ പോലും യുക്തിപൂർവ്വം പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇതിപ്പോഴല്ല സംസാരിക്കേണ്ടത്. സജ്ജൻകുമാറിനെ ഞാൻ പേഴ്സണലി വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്ത് യുക്തിയായാലും ഇത് ഒരു എതിർ സ്ഥാനാർത്ഥിയെ കിട്ടുക, നീ എന്നെ പിരികേറ്റിട്ട് വേണമെങ്കിൽ അവർ ചെയ്യാം. വളരെ യുക്തിപൂർവ്വം കോൺഗ്രസിന്റെ ആൾക്കാരായാലും ഇവരായാലും ഇതിപ്പം നമുക്ക് ചെയ്യേണ്ട പ്രവൃത്തിയല്ല, നമുക്കത് ആലോചിച്ച് ചെയ്യാമെന്നാണ് ഇവന്റെ സ്ഥാനാർത്ഥികൾ കൂടെ ഉള്ളവർ എന്നോട് പറഞ്ഞത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇലക്ഷൻ കഴിയട്ടെ. അപ്പം എൻ്റെ സുഹൃത്തുക്കളും പറഞ്ഞു, BJPയിലുള്ള ആളുകളും പറഞ്ഞു, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോംപ്രമൈസ്. ഇപ്പം ചെയ്ത പാർട്ടിക്ക് ക്ഷീണം ചെയ്യും, കാരണം അവൻ നിൽക്കുന്നത് താമരയിലാണ്. ഇത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 20 ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് ഇദ്ദേഹത്തിനെ കണ്ടു, സുരേഷ് ഏട്ടനെ കണ്ടു. ഫുള്ള് കാര്യങ്ങൾ തെളിയിച്ച് പ്ലേ ചെയ്ത് കൊടുത്തു. അയാൾ ഇരുന്നു. കാരണം സുരേഷ് ഏട്ടനെ പോയി കണ്ടു. നമ്മൾ പറഞ്ഞു അവിടെ എന്താവില്ല ക്യാമറ. ഞങ്ങൾ വന്ന് 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഒരു മിനിറ്റ്, സോറി ടു ഇന്ററപ്റ്റ്. ഇപ്പൊ ഒരു നാടകം നടക്കുന്നുണ്ട്. ആള് ഹോം മിനിസ്റ്ററിന്റെ അടുത്ത് പോയിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എലിവേറ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുന്നുണ്ട് നല്ലോണം. ലൈക്ക് സത്യം സ്വന്തം ഭാഗത്തായിട്ട് ഹോം മിനിസ്റ്ററിന്റെ അടുത്തോട്ട് പോയി എന്നുള്ള രീതിയിലാണ് ക്യാപ്ഷൻ ഉൾപ്പെടെ കൊടുത്തിരിക്കുന്നത്. ഒരാൾ ഇപ്പൊ എനിക്ക് അയച്ചു തന്നതാ. ഏത് എക്സ്റ്റെന്റ് വരെ പോകുന്നു നോക്കിയതാ. ലൈക്ക് നമുക്കൊക്കെ ഇപ്പൊ സംഭവിച്ചതാ. നമുക്കൊക്കെ ഇവരോടുള്ള ആക്സസ് എന്താണെന്ന് റോബിൻ രാധാകൃഷ്ണൻ അറിയത്തില്ലായിരിക്കും. ഇതിലിപ്പോ ഇത് എത്തിക്കാൻ പോകുന്ന രീതി നമുക്കറിയാം. ഇപ്പൊ ഇത് അവനറിയുന്നില്ലല്ലോ ഇപ്പൊ ഈ കാര്യങ്ങൾ നടന്നത്. ഇനി അടുത്തൊരു കാര്യത്തിലേക്ക് കിടക്കാം. ഇത് കഴിഞ്ഞ് സുരേഷ് ഏട്ടനെ ഇടപെട്ട ശേഷം പറഞ്ഞു, ഒന്നില്ലെങ്കിൽ നിങ്ങൾ റിട്ടേൺ കംപ്ലൈൻറ്റ് എന്ന് നമ്മൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് സമയം കൊടുക്കാം, എന്നിട്ട് ഞാൻ അതിൽ ഇടപെടാമെന്ന് പറഞ്ഞു. സുരേഷ് ഏട്ടൻ അതിൽ ഇടപെട്ടു. അങ്ങനെ ഈ മാർച്ചിൽ നിന്ന കോൺവെർസേഷൻ ഏപ്രിൽ 27 പുനരാരംഭിക്കുക. ഇവൻ ഇങ്ങോട്ട് വിളിക്കുന്നു. ഇവൻ വിളിച്ചിട്ട് ചേട്ടാ നമുക്ക് കോംപ്രമൈസ് ചെയ്യാം, പ്രശ്നം പരിഹരിക്കാം. അങ്ങനെ വന്നിട്ട് ഇവൻ എന്നെയും കാണാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നിന്നെ കാണണം, മുഖതാവിൽ എന്നെ സംസാരിക്കുള്ളൂ നേരിട്ട്. അപ്പോൾ പറഞ്ഞു ബൊട്ടീക്കിലേക്ക് വരാൻ. ഞാൻ പറഞ്ഞു ഞാൻ ബൊട്ടീക്കിലേക്ക് ഞാൻ വരില്ല, കാരണം അത് ശരിയാവില്ല, നമുക്ക് വേറെ എവിടെയും പബ്ലിക്കിലിരിക്കാം. പിന്നെ ഞങ്ങൾ ഫിക്സ് ചെയ്തത് ഹോളിഡേ ഇൻ ഹോട്ടലാണ്. അവിടെ തുറന്ന സ്ഥലത്ത് ക്യാമറേൻ്റെ അടിയിൽ വന്ന് ഞങ്ങൾ ഇരുന്നു. ക്യാമറയിൽ നോക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ ലക്ഷ്മിനോട് പറഞ്ഞു. അവിടുന്ന് വീണ്ടും ഞാൻ പറഞ്ഞു എന്താണെന്ന് എനിക്ക് സമയമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു 1.5 മാസം സമയത്തിനുള്ളിൽ ഞാനത് തീർത്തോളാം. മെയ് 15 അബിലേട്ട ഞാനത് തീർക്കും, ഉറപ്പ് പറഞ്ഞു. മാപ്പ് അന്ന് ലക്ഷ്മിനോട് പറഞ്ഞതിന് സംസാരിച്ചു. അപ്പൊ എന്താ വെച്ചാല് ലക്ഷ്മി അതിൻ്റെ ഇടയിൽ മാർച്ച് മാസത്തിൽ ഇവിടെ കംപ്ലൈന്റ് കൊടുത്തു. ആ മാർച്ച് 31 ലക്ഷ്മി കംപ്ലൈന്റ് കൊടുത്തപ്പോൾ ഇവന്റെ അമ്മയുടെ അസുഖ
ഓരോ തവണ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിക്കുമ്പോൾ ഡേറ്റ് മാറിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഈ മാപ്പ് പറഞ്ഞ സമയത്ത് FIR ഇടാൻ അവർ നിൽക്കുന്ന സമയത്താണ് ലക്ഷ്മി പോയ FIR ഇടുക, ഫൈനൽ മൊഴി അവിടെ രേഖപ്പെടുത്താൻ. അപ്പോൾ ലാസ്റ്റ് പെരുമ്പാവൂർ സുബൈർ സാറിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, സാർ ഇങ്ങനെ ഇവൻ വിളിച്ചിട്ടുണ്ട്, ഒരു ഒത്തുതീർപ്പ് വരുന്നുണ്ട്. അയാൾ പറഞ്ഞു ഓക്കെ, അങ്ങനെ തീർക്കാണെങ്കിൽ നിങ്ങൾ അങ്ങനെ തീർത്തോളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞു. വീണ്ടും കൂടെ നിന്ന് ഒരു വീഡിയോ തരും, ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചെയ്ത് പുറത്തു വിട്ടു. അത് കഴിഞ്ഞിട്ട് 5 ലക്ഷം രൂപ അവൻ തന്നു. അത് കഴിഞ്ഞിട്ടും എനിക്ക് തിരിച്ചു തന്നു. 5 ലക്ഷം എനിക്ക് തിരിച്ചു തന്നു. പിന്നെ ലാസ്റ്റത്തെ 40 ലക്ഷം രൂപ അവൻ സെറ്റിൽ ചെയ്യേണ്ട ഡേറ്റാണ്. ആ സെറ്റിൽ ചെയ്യേണ്ട ഡേറ്റിൽ ഇവൻ കാക്കനാട് കാരവൻ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് അവിടേക്ക് വിളിച്ചു. ഞങ്ങൾ കോമൺ സ്പേസിൽ ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വന്നു. എന്നിട്ട് നേരെ നമ്മൾ കാരവനിലിരുന്ന് മുകളിലിരുന്ന് ഫുഡ് കഴിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അടുത്ത ഇവൻ്റെ മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങളൊക്കെ, അമ്മയുടെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞു. താഴെ വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഒരു പ്രൂഫ് വേണോ എല്ലാത്തിനും. ഓക്കെ ചേട്ടാ വീഡിയോ എടുക്കാം വന്നാണ്. അവൻ ഇരുന്ന് വണ്ടിയിലിരുന്ന് വീഡിയോ എടുക്കുന്നു. വീഡിയോ എടുത്ത് കഴിഞ്ഞ് അപ്പം തന്നെ ഇവൻ പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം കൂടിയേ, ഒരു വീഡിയോ ഒന്നുകൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞ് അടുത്തൊരു വീഡിയോയും കൂടി എടുക്കുന്നു. അപ്പം മറ്റേതിന് എനിക്ക് ഡേറ്റ് പറഞ്ഞു, മെയ് 15 മാറി മെയ് 25 ഒരു 5 ലക്ഷം, ജൂൺ 10 5, ജൂൺ 15 25 എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ എടുന്നു. അപ്പം ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു മാസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം, അമ്മയുടെ കാര്യമാണ് പറയുന്നത്. അടുത്ത വീഡിയോ ഇവൻ ഒന്നുകൂടി എടുത്തു. അടുത്ത വീഡിയോയിൽ ഈ 25 ലക്ഷം അല്ല 40 ലക്ഷം തരുന്ന കാത്തിരുന്ന എൻ്റെ അടുത്ത് വീണ്ടും 1 ലക്ഷം മേടിച്ചിട്ടാണ് അവൻ പോകുന്നത്. അടുത്ത വീഡിയോയിലാണ് അമ്മയുടെ അസുഖത്തിന് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പ്രശ്നത്തിലാവും. എന്നിട്ട് ഇവൻ വളരെ വിഷമത്തിൽ വീണ്ടും ഒരു വീഡിയോ എടുക്കുക. എന്നിട്ട് കണ്ണിലൊക്കെ വെള്ളം നിറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ക്യാൻസർ വന്ന ഇതൊക്കെ. അപ്പോൾ എനിക്ക് ആ പെയിൻ ഉണ്ട്. ഞാൻ കൊടുത്തില്ല. ഞാൻ എൻ്റെ കസിൻ സിസ്റ്റർ എടുത്ത് റെമിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു, റെമിനെ എല്ലാം ഒന്ന് എവിഡൻസ് ആക്കി വെച്ചിട്ട് നീ കൊടുക്കണം, ഇത് ഒരു ഇത്ര ദിവസത്തേക്കാണ് പറഞ്ഞു. അങ്ങനെ 3 ദിവസത്തേക്ക് അവൻ പറഞ്ഞു. ആ പൈസ 2 തവണ റെമിൻ സഹായിച്ചു. ആ 2 തവണയും റെമിൻ അവന് തിരിച്ചു കൊടുത്തു. അപ്പോഴും അവനെ ഞാൻ സഹായിച്ച സമയമാണ്. അങ്ങനെ ലാസ്റ്റ് ജൂണിലേക്ക് എത്തി. ഇവൻ പറഞ്ഞ ഡേറ്റ് വീണ്ടും തെറ്റി. ജൂൺ 15 ഡേറ്റ് വെച്ചു. ജൂൺ 15 തെറ്റി. ജൂൺ 21 ഡേറ്റ് വെച്ചു. ആ 21 തരാന്ന് പറഞ്ഞ ദിവസം ഇവൻ ഒറ്റ അടിക്ക് കസാക്കിസ്ഥാൻ എവിടെയോ സംഭവം ഇവൻ അവിടെ പോയി. അവിടുന്ന് ലൊക്കേഷനൊക്കെ അവൻ അയക്കുന്നത്. തിരിച്ച് ഇവിടെ വന്നു. 1-ാം തീയതി വരും അതിലേട്ടാന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ തന്നെ ജൂൺ 15 ഒരു കരഞ്ഞ വോയിസ് അയച്ചു, എനിക്ക് വയ്യാതിരിക്കുകയാണ്, എൻ്റെ അമ്മയ്ക്ക് വയ്യ, എൻ്റെ അമ്മ ഇപ്പോൾ കിട്ടുന്ന ഓരോ പൈസ എൻ്റെ അമ്മയുടെ ലൈഫ് രക്ഷിക്കണം, നിങ്ങൾക്ക് എനിക്ക് ഒരു പ്രശ്നമില്ല, 40 ലക്ഷം തരാനുണ്ട് എന്ന് പറഞ്ഞൊരു വോയിസ് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഫോർവേഡും ചെയ്തുതരാം. അങ്ങനെ 26-ാം തീയതി ആയി. 26-ാം തീയതി ഇവൻ അവിടെ കസാക്കിസ്ഥാനിൽ ഇരിക്കുന്ന ഇവനെ ഇവിടെ ഉണ്ട് എന്നുള്ള വേറെ എനിക്ക് കിട്ടി. ബാലം കാണാൻ, സിനിമ കാണാൻ ഇവനുണ്ട് ഇവിടെ വന്നിരിക്കുക. ഞാൻ ഭയങ്കര രോഷാകുലനായി. ഞാൻ ഇവനെ വിളിച്ചു. അപ്പോൾ ഇവൻ തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു. തിരിച്ച് വിളിച്ച് വന്നത് വാട്സപ്പ് കോളാണ്. ഇവൻ്റെ ലാസ്റ്റ് കോൾ വരുന്നത് ജൂൺ 26-ാം തീയതി ഉച്ചയ്ക്കാണ്. തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, റോബിനെ ഞാൻ ബ്രോ ഇന്നലെ രാത്രി ഞാൻ എത്തി കുഴപ്പമില്ല ബ്രോ, ഫണ്ട് നമുക്ക് കുറച്ചും കൂടി. അപ്പം ഞാൻ ഭയങ്കര സെൻസിറ്റീവിലൊക്കെ, കാരണം എന്നിങ്ങനെ വലിപ്പിച്ച് പറ്റിച്ച് ഞാനും സെൻസിറ്റീവായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പെട്ടെന്ന് ഇവൻ്റെ അതിൽ ഇനി ഇത് മുഖ്യമന്ത്രി തീർക്കും, ആഭ്യന്തരമന്ത്രി അത് സ്ക്രീൻ റെക്കോർഡ് ഉണ്ട്, സ്ക്രീൻ റെക്കോർഡ് വോയിസ് ഒക്കെ ഉള്ള ആഭ്യന്തരമന്ത്രി തീർക്കും, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഒരു പേര് പറയുന്നുണ്ട്, അത് എന്നെ പോലത്തെ ഒരാളാണ്, ട്രിവാൻഡ്രത്തുള്ള. അയാളെ ഞാൻ തീർത്തില്ലേ, അതുപോലെ നിന്നെ ഞാൻ തീർത്ത് കാണിച്ചു തരാം, നിന്റെ ഹണി ട്രാപ്പൊക്കെ ഞാൻ പൊളിച്ച് കാണിച്ചു തരാം. ഞാൻ ആ വേർഡ് അങ്ങോട്ട് കേട്ടപ്പോൾ ഞാൻ ഫോൺ അപ്പം തന്നെ ഞാൻ കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ നിയമപരിപാടി, ഇത് കാര്യം റൂട്ടാണ്, ഇവൻ ശരിയല്ല എന്ന് ഞാൻ അവിടെ ഉറപ്പിക്കുകയും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ നിയമ നടപടിക്ക് പോകുമ്പോണ്ട് ഉച്ചയ്ക്ക് പിന്നെയും ഇവൻ്റെ മെസ്സേജ് വരുന്നു, മോനെ ഇന്ന് സൂര്യ ജൂൺ 27 ഇതാണ് ലാസ്റ്റത്തെ കോള്. ആ 1 മിനിറ്റുള്ള കോളാണ് ഇവിടെ അതിൽ കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ജൂൺ 27 അവൻ്റെ മെസ്സേജ്. വീണ്ടും അവൻ പറയുന്ന കാര്യം എന്താ നോക്കൂ, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഷൂട്ട് ചെയ്തില്ലേ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബ്രോ ടെൻഷൻ അടിക്കേണ്ട, വലിയ ഫണ്ടാണ്, ഗീവ് മീ സം ടൈം പ്ലീസ്, കുറേ കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട, ഞാൻ ഒരു വഴി കാണുന്നുണ്ട്, ഡോണ്ട് വെറി. പിന്നെ ഉമ്മയും വാപ്പയൊക്കെ അവൻ തന്ന്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നതിന് മൈൻഡ് അപ്സെറ്റ് ആണ്, ഒന്ന് മിണ്ടുമോ എന്ന് ചോദിച്ചിട്ട്, എന്നോട് കുറച്ച് സംസാരിക്കുമോ എന്ന് ചോദിച്ചിട്ടാണ് ഈ കോൾ. ഞാൻ അതിനുശേഷം റിപ്ലൈ ചെയ്തില്ല. അതിനുശേഷം റോബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഞാൻ ഒന്നും മിണ്ടിയിട്ടില്ല.
പിന്നെ 4 ദിവസം കഴിയുമ്പോഴത്തേക്ക് അയാളുടെ അമ്മ മരിച്ചു. ഞാൻ ലീഗലി പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മ മരിച്ച സമയത്ത് ഒരു ലീഗൽ നോട്ടീസൊക്കെ അയക്കുന്നത് ശരിയല്ല, 41 ദിവസം വെയിറ്റ് ചെയ്യാം. അതിൻ്റെ ഇടയിലാണ് ഇവൻ 14 കഴിയാറാവുമ്പോഴത്തേക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ കളിക്കളം ഗ്രൗണ്ടിൽ വന്നിട്ട് ഫുട്ബോൾ കളിക്കാൻ വന്നിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാൻ ഫാമിലി ആയിട്ട് വന്നിട്ട് കളിക്കളം ഗ്രൗണ്ടിൽ, ഞാൻ സ്ഥിരമായിട്ട് അവിടെ ക്രിക്കറ്റ് പ്രാക്ടീസിന് പോവാം, അവിടെ വന്ന് അതൊക്കെ ഇൻസ്റ്റയിൽ എടുത്തിട്ടിട്ടുണ്ട്. ഇത് ഇത്ര നമ്മളെ ഒരു ഹിന്ദു ആചാരപ്രകാരം നമ്മൾ മരണം കഴിയുന്ന അതൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ്. അതിൻ്റെ ഇടയിൽ ഫുട്ബോൾ വന്ന് കളിച്ചിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ലക്ഷ്മി ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ലക്ഷ്മി ഇവൻ്റെ രാഷ്ട്രീയ നയം ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്തത്. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് ഇവൻ ഈ കാട്ടിക്കൂട്ടിയ എല്ലാ കോപ്രായങ്ങളും. ഈ ലക്ഷ്മി ഇതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞപ്പോൾ, ഇപ്പോൾ പറഞ്ഞു വച്ചതിൽ നിന്ന് ലക്ഷ്മി ആ വീഡിയോ ഇട്ടതിന് ശേഷം ഇൻവോൾവ് ആയി കഴിഞ്ഞു. ലക്ഷ്മി എത്ര പ്രാവശ്യം പല തവണയായിട്ടാണോ പൈസ കൊടുത്തത്, ഒരു തവണയായിട്ടാണ് പൈസ കൊടുത്തത്? പല തവണയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, ഒരു തവണയായിട്ടല്ല. ആ ഒരു തവണ കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ എന്താണ് പറയുക? ഓരോ സമയം ഇതുപോലെ ഡേറ്റ് മാറ്റിക്കൊണ്ടേയിരിക്കും. ഒരു തവണ പോലും ആദ്യമൊക്കെ ഇനിഷ്യലി വാങ്ങിക്കുന്ന ഒരു രീതിയുണ്ട് ആൾക്ക്. ഇനിഷ്യലി വാങ്ങിക്കും, എന്നിട്ട് കറക്റ്റ് സമയത്ത് തിരിച്ചു തരും. വലിയ എമൗണ്ടിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കുമാണ് തിരിച്ചു തരാനുള്ള ഒരു വിമുഖത കാണിച്ചിട്ട് ആളങ്ങ് തരാൻ. ഒരു സിംഗിൾ പേയ്മെന്റ് 4 lakh വൺ ഷോട്ടാണ്. 4 lakh വൺ ഷോട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്, വലിയ എമൗണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. അതിന് മുന്നേ 1 lakh ഒക്കെ വാങ്ങിച്ചിരിക്കുന്നത് തിരിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്ഥിരം അങ്ങനെ എത്ര പൈസയാണ് ലക്ഷ്മി കൊടുത്തിരിക്കുന്നത് മൊത്തത്തിൽ? മൊത്തത്തിൽ ഒരു 10ന്റെ മേലെയും കണ്ടു കൊടുത്തിട്ടുണ്ട്. എത്ര പൈസ തിരിച്ചു തന്നിട്ടുണ്ട്? 50 തന്നിട്ടുണ്ട്, 1 തന്നിട്ടുണ്ട്, അതൊക്കെ തിരിച്ചു തന്നിട്ടുണ്ട്. ഇനി എത്ര തരാനുണ്ട്? ഈ 4+4 8 lakhs തരാനുണ്ട്. അത് ചോദിക്കുമ്പോൾ എന്താ പറയുന്നത്? അത് ചോദിക്കുമ്പോഴത്തേക്കും ഓരോ തവണയും പറഞ്ഞേ ഇന്ന ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു അങ്ങേയറ്റം പ്രഷറിൽ എനിക്കും ആവശ്യങ്ങളുണ്ട്, എൻ്റെ പൈസയാണ് ഞാൻ ചോദിക്കുന്നത്. അത് ചോദിച്ചപ്പോഴത്തേക്കുമാണ് മോശമായിട്ട് സംസാരിച്ച് അതിന്റെ കേസിലോട്ട് പോവും എന്നറിഞ്ഞതിന്റെ ആ സെക്കൻഡ്. കാരണം എന്നെ മോശമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ലീഗലി പോകുന്നുള്ളത് ആൾക്ക് തന്നെ അറിയാം, വെറുതെ വിടാൻ പോകുന്നില്ല. അന്ന് രാത്രി തന്നെ പോയിട്ട് തുമ്പ സ്റ്റേഷന് കംപ്ലൈന്റ് കൊടുക്കുന്നത് റോബിൻ. അതും നമുക്കൊരു ഫ്യൂണറലിന് പോവുകയാണെന്നും സ്ഥലത്തില്ല എന്നും അറിഞ്ഞുകൊണ്ടും. ഇപ്പൊ ഈ രണ്ടാമത്തെ കംപ്ലൈന്റും ആയിക്കോട്ടെ, റോബിന് തോന്നുമ്പോൾ കംപ്ലൈന്റ് കൊടുത്ത് തിരിച്ച് പൈസ കിട്ടാനുള്ള നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ ഹാജരായിട്ടില്ല. പെരുമ്പാവൂർ സ്റ്റേഷനിൽ ഒരു തവണ പോലും ഹാജരായിട്ടില്ല. FIR ഇടുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോഴത്തേക്കും ആളുടെ പൊയ്മുഖം കംപ്ലീറ്റ്ലി അഴിഞ്ഞ് വീഴുന്നുള്ള കാര്യം കാണുമ്പോഴത്തേക്കുമാണ് കരഞ്ഞ് കാല് പിടിച്ച് അഭിനയൊക്കെ ഒന്ന് കാണണം. FIRലോട്ട് എത്തിയാൽ പിന്നെ അടുത്ത എന്താ സ്റ്റേജ് എന്നുള്ളത് അറിയാലോ, അതിലോട്ട് എത്തിക്കത്തില്ല. ആ ആത്മബന്ധം ഇതും ഉണ്ടായിരുന്നു. എനിക്ക് പക്ഷെ പോയായിരുന്നു കേട്ടോ. എനിക്ക് അബിലിനെ പോലല്ല, അതിന് മുന്നേ തന്നെ തട്ടിപ്പാന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാൻ കംപ്ലീറ്റ്ലി ഈ കോൺവെർസേഷനൊക്കെ കണ്ടില്ലേ, നേരത്തെ കാണിച്ചില്ലേ, അപ്പോഴേ ഞാൻ പറഞ്ഞായിരുന്നു താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല. അന്ന് ഇപ്പോഴും വിളിക്കുന്നുണ്ട് ചർച്ചയ്ക്ക്. നേരെ ഇരുന്ന് സംസാരിക്കാനുള്ള എന്ത് കൾച്ചറാണുള്ളത്, എന്ത് യോഗ്യതയുള്ള ഇതുപോലെ സംസാരിക്കുന്ന ഒരാളുടെ അടുത്ത് പോലീസുകാർ വരെ ചോദിച്ചു, ഇങ്ങനെയുള്ള ആളുടെ അടുത്ത് എന്തിനാണ് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നതെന്ന്. ആ വോയിസ് കേട്ടിട്ട്, എന്നെ വിളിക്കുന്ന ആ വോയിസ് കേട്ടിട്ട് അത്രയും മോശം സംസാരത്തില. അദ്ദേഹത്തിന് ഭാര്യയുണ്ട് അല്ലേ? അല്ല, നിക്ക് ചുറ്റുമുള്ള എല്ലാവരോടും ആള് ഇതേ ഒരു രീതി തന്നെ പിന്തുടർന്ന് ഇത്രയും നാളും പോയിട്ടുള്ളൂ. അവരൊക്കെ അത് കഴിഞ്ഞ് സോറി പറയുമ്പോഴത്തേക്കും അത് ഉൾക്കൊണ്ടിട്ട് അങ്ങ് മാപ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ എനിക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പൊതുപ്രവർത്തകൻ, സ്ത്രീ സുരക്ഷ, സ്ത്രീ സമത്വം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പുറത്ത് പ്രസംഗിച്ചിട്ടാണ് ഇപ്പറേ വന്ന് തെറി വിളിക്കുന്നത്. എന്ത് കാര്യത്തിന് ഇയാളെ രാഷ്ട്രീയത്തിലോട്ട് ഇതാക്കണം? ഏത് പാർട്ടിയാക്കട്ടെ, പാർട്ടിയൊക്കെ വിട്. എവിടെയെങ്കിലും നിന്നിട്ട് സ്ത്രീ സുരക്ഷയെക്കുറിച്ചോ, കഴിഞ്ഞ ദിവസം ഒരു അമ്മമാരുടെ പ്രോഗ്രാമിൽ എന്ത് യോഗ്യത ഇല്ല. അവിടെ കിടന്ന് ഷോ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ PR വരെ കേൾക്കാനോ കുറെ ക്യാമറയും തൂക്കി പോകുന്നതല്ലാതെ അതിനുള്ള യാതൊരു ക്വാളിറ്റി ഉള്ളൊരു മനുഷ്യനല്ല. സംസാരിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. നേരെ കാണാൻ തന്നെ താല്പര്യമില്ല. ഇപ്പൊ ലീഗൽ സൈഡോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കോടതി വഴി എന്നല്ലാതെ എൻ്റെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കാനുള്ള യാതൊരു യോഗ്യതയും ഞാൻ നോക്കിയിട്ട് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഇല്ല, തീരെ ഇല്ല. അല്ല, ഞാൻ ചോദിച്ചു വന്നത് ഒരു ലേഡിയാണ്, അദ്ദേഹത്തിനൊരു ഭാര്യയുണ്ട്, നിങ്ങൾ പരിചയമുള്ളതാണ്. ഭാര്യയുമായിട്ട് ഇത് സംസാരിച്ചിരുന്നു? ഭാര്യയുമായിട്ടുള്ള സംസാരവും കാര്യങ്ങളും എടുത്തിടാൻ താല്പര്യമില്ലാത്തത് അത് അവരുടെ ലൈഫാണ്. അവർ എന്താണോ അവരുടെ ജീവിതം എന്നുള്ളത് അവർ രണ്ടുപേരുടെ ഇടയ്ക്ക് നിന്നോട്ടെ. നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പൊതുവെ ഇല്ല, ഭാര്യയെ മാറ്റി തന്നെ നിർത്തിയത്. കാരണം റോബിൻ ഒരു വ്യക്തിത്വ വൈകല്യമുള്ള ഒരാളാണ്. ആ ഭാര്യ ചിലപ്പോൾ അതിൻ്റെ ഒരു കെണിയിൽ പെട്ട് കിടക്കുന്ന കുട്ടി ആയിരിക്കാം. അതുകൊണ്ട് എനിക്ക് അതിന് ഇതിനകത്തോട്ട് വലിച്ചിഴയ്ക്കാൻ താല്പര്യമില്ല. അയാളുടെ ഒരു വ്യക്തിത്വ വൈകല്യം തന്നെയാ. എനിക്ക് അതിനകത്ത് വേറെ ഒരാളെയും പറയാനില്ല. പൊടി എന്തോ അതിനിടയ്ക്ക് പറഞ്ഞു, എന്റെ ബിസിനസ് എന്നെ വലിച്ചിഴക്കരുത്. പൊടി അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. പൊടി ഇതിനകത്തോട്ട് ഇടയ്ക്ക് വലിച്ചിഴക്കരുത് എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ എനിക്കും ചെയ്യാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറയുന്നത്. പൊടി ഇതിനകത്ത് വേണ്ട, പൊടി ഇതിനകത്തില്ല. പൊടി മാറി നിന്നോട്ടെ. പൊടിക്കെല്ലാം അറിയാം, പൊടിക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, പൊടിക്കെല്ലാം അറിയാം. പക്ഷെ മാറി നിൽക്കാൻ ആള് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ മാറി തന്നെ നിന്നോട്ടെ, കാഴ്ചക്കാരിയായിട്ട് നിന്നോട്ടെ.
വലിച്ചിഴയ്ക്കാൻ എനിക്കും താല്പര്യമില്ല. റോബിനുമായിട്ടുള്ള എത്ര വർഷത്തെ പരിചയമാണ്? എനിക്കൊരു 2019 ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചിട്ടോ അങ്ങനെ മാട്രിമോണിയൽ സൈറ്റിൽ നമുക്ക് പരിചയമുള്ളൊരു കുട്ടിക്ക് ഒരു ആലോചന, മാട്രിമോണി ഐഡിയിൽ തന്നെ ആളുടെ വാട്സപ്പ് നമ്പറും ഇൻസ്റ്റഗ്രാം ഐ ഡിയൊക്കെ, അന്ന് ബിഗ് ബോസിലൊന്നുമല്ല, ഡോക്ടർ മച്ചാൻ എന്നുള്ള പേരിൽ ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ ഡോക്ടർ എന്നുള്ളൊരു പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഒരു മാട്രിമോണിയലിൻ്റെ ഇതിന് വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീട്ടുകാരുടെ തമ്മിലുള്ള ഇത് വെച്ചിട്ട് അത് നോക്കി ആയിട്ട് വരത്തില്ലായിരുന്നു ആ ബന്ധം. അതായിരുന്നു ഒരു ഫസ്റ്റ് കോൺവെർസേഷൻ. പിന്നെ കാണുന്നത് ഒരു കഴിഞ്ഞ ഞാൻ ബിഗ് ബോസിലൊക്കെ പോകുന്നതിന് തൊട്ട് മുന്നേ ഒരു സമയത്ത് കാണുമ്പോൾ ഈ പണ്ട് മെസ്സേജ് അയച്ച കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. റോബിന് ഓർമ്മയുണ്ടായിരുന്നു. റോബിൻ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കുമായിരുന്നു. റോബിൻ അത് ഓർമ്മയുണ്ട്, അന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം ഓർമ്മയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും ആൾക്കാരെ കണ്ട് ബിഗ് ബോസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്രയും ഫാൻ ഫോളോയിങ് ഉള്ള ആൾക്ക് ഇത് ഓർത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇത് പൊടിയോടൊക്കെ പറഞ്ഞപ്പോഴേക്കും പൊടി പറയുന്ന റോബിൻ ചേട്ടൻ നല്ല ഓർമ്മശക്തി, എല്ലാം നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് എനിക്ക് റോബിനുമായിട്ടുള്ള പരിചയം. അപ്പോൾ എന്നെ അബിൽദേവ് പരിചയപ്പെടുത്തി എന്നാണ് റോബിൻ അവകാശപ്പെടുന്നത്. പക്ഷേ അങ്ങനല്ല. അതിന് മുന്നേ കോൺവെർസേഷൻ, അതൊരു ഷോർട്ട് കോൺവെർസേഷൻ, ഞാനത് സ്റ്റോറി ആയിട്ട് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഓർത്തിരിക്കാനും മാത്രമുള്ള റിലവൻ്റ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ പോലും അല്ല. ബട്ട് ഹി നോസ് ഇറ്റ്. എന്നെ നേരത്തെ അറിയാം. ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ആ ഓഡിയോയിൽ നിന്നും അങ്ങനെ അല്ലാന്ന് നമുക്ക് മനസ്സിലാവുന്നു. എങ്കിലും ഈ ഹണി ട്രാപ്പ് എന്ന് പറയുമ്പോൾ ലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത്. ആളുടെ തിങ്കിങ് ഉണ്ടല്ലോ, അത് ശരിയായിട്ടുള്ളൊരു തിങ്കിങ് ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, ഇപ്പം മറ്റ് പല കാര്യങ്ങളും എനിക്ക് ലേഡീസിൻ്റെതായ ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കറിയാം, എനിക്ക് പേഴ്സണലി അറിയാം. പക്ഷെ അതിലോട്ടൊന്നും ഞാൻ കൊണ്ടുപോകാത്തത് ആൾ ഫാമിലി ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് അതിനെ എഫക്റ്റ് ചെയ്യുന്നത് കാര്യമായിണ്ട. ടെസ്റ്റിമോണിയൽ പോലെ അല്ലെങ്കിൽ വോയിസ് പോലെ പുറത്തോട്ട് വന്ന് താല്പര്യം അവർക്ക് പറയാൻ താല്പര്യം ഉണ്ടായിരിക്കത്തില്ല, ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആ സ്ത്രീകളാണെങ്കിൽ പോലും. ബട്ട് ഹീ ഈസ് നോട്ട് എ ഡീസൻറ്റ് പേഴ്സൺ. ഞാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് പറയുന്നത്. ഞാൻ മണി മാറ്റേഴ്സ് അല്ല സംസാരിക്കുന്നത്. അതുകൊണ്ട് അതിലോട്ടൊന്നും എനിക്ക് പോകണമെന്നില്ല. അതൊക്കെ അവിടെ ഇരുന്നോട്ടെ. എൻ്റെ അടുത്ത് മോശമായിട്ട് ആകെ ഈ സംസാരിച്ചു എന്നുള്ള കാര്യമില്ലാതെ എൻ്റെ അടുത്തല്ലാതെ വേറൊരു രീതിയിലുള്ള മോശമായിട്ടുള്ള പെരുമാറ്റം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ തെറി വാക്കുകൾ ഉപയോഗിക്കുന്നതും അസഭ്യമായിട്ട് സംസാരിക്കുന്നതും അപമര്യാദയായിട്ട് സംസാരിക്കുന്നതും അതെൻ്റെ പേരിലുണ്ട്. അതെന്തായാലും ഞാൻ വെറുതെ വിടത്തുമില്ല. കേസിന് പോയി. ഞാൻ മാർച്ച് 31 കേസിന് പോയതാണ്. അത് ഫോളോ അപ്പ് ചെയ്ത് FIR വരെ എത്തിക്കുന്ന സമയത്താണ് ആൾ ഒരു തവണ പോലും അപ്പിയർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് ഈ റെസിപ്റ്റ് എടുത്തിട്ടിട്ട് റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ടില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മാർച്ച് 31 തൊട്ട് പോലീസ് വിളിക്കുന്ന ഒരു ഡേറ്റിന് പോലും റോബിൻ രാധാകൃഷ്ണൻ അവിടെ അപ്പിയർ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, FIR ഇടുന്ന സമയത്താണ് ആൾക്കൊരു പേടി കുടുങ്ങി. അപ്പോഴാണ് ക്ഷമ ചോദിച്ച് പിന്നെയും വരുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും ആ ക്ഷമ, ഞാൻ പറയാം, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പോലീസിന്റെ അടുത്ത് പറഞ്ഞില്ല എന്തുകൊണ്ട് കേസ് എടുക്കുന്നില്ല? ഇപ്പോൾ റോബിൻ വിളിച്ചിട്ട് വന്നില്ല എന്നുള്ളത് പോലീസിന്റെ കടമയാണല്ലോ. അദ്ദേഹത്തിന് വരുത്തണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മൊഴി എടുക്കണം, അടുത്ത കേസുമായിട്ട് FIR ഇടണം. എന്തുകൊണ്ട് പോലീസ് അങ്ങനെ ചെയ്യുന്നില്ല? ഇതൊക്കെ ഒരു സിവിൽ കേസാണ്. ക്രിമിനൽ കേസുകൾ ഇഷ്ടംപോലുള്ള ഈ രാജ്യത്ത് സിവിൽ കേസ് നമ്മൾ പുഷ് ചെയ്താലേ FIR വരെ പോലും എത്തത്തുള്ളൂ. ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വിളിക്കുമ്പോൾ ഉടനെ വരണം എന്നുള്ളത് യാതൊരു നിർബന്ധമുള്ളൊരു കാര്യമല്ല. അതും എന്തടിസ്ഥാനത്തിലാണ്? ഉള്ള കേസാണോ ഇല്ലാത്ത കേസാണോ എന്നറിയാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ റോബിൻ കൊണ്ട് കൊടുത്തിരിക്കുന്ന പോലത്തെ ഒരു കേസ് അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു കേസാണ്. അതിനും നമുക്ക് സമയം മെനക്കെടുത്തി പോകാൻ പറ്റുമോ? ഇതുപോലത്തെ 100 പരാതികൾ വരുന്ന സമയത്ത് പോലീസുകാർ തന്നെ പറയും മർഡർ കേസൊക്കെ ഉള്ള സമയം അത് മർഡർ കേസിൻ്റെ പുറത്തായിരുന്നു, അതുകൊണ്ടാണ് അവർക്ക് ഡിലേ വരുന്നതെന്നൊക്കെയുള്ള മെസ്സേജ് അവർ വയ്ക്കുന്നുണ്ട്. അവരും മനുഷ്യരാണ്. അത് നമ്മൾ സത്യമല്ലാത്ത ഒരു കേസിന്, അടിസ്ഥാനരഹിതമായിട്ടൊരു കേസിന് സമയം മെനക്കെടുത്താനായിട്ട്, അവരുടെ സമയം, വിലപ്പെട്ട സമയം കളയാനായിട്ടും ഞാൻ ഇതാക്കുന്നില്ല. റോബിനാണ് ഇതുപോലെ ഒരിക്കലും. ലക്ഷ്മി കൊടുത്ത കേസും സത്യമല്ലാത്തതുകൊണ്ടല്ല അവര് മെനക്കെടാത്തത്. ആര് മെനക്കെടുത്തത്? പോലീസ് മെനക്കെടാത്തതെന്നല്ല. ലക്ഷ്മി പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അല്ലല്ല, സത്യമല്ലാത്തൊരു കാര്യത്തിന് അവര് മെനക്കെടുത്താന്നുള്ള രീതിയിലല്ല. ക്രിമിനൽ കേസസ് ഇഷ്ടം പോലുള്ള സമയത്ത് ഒരു സിവിൽ കേസും ക്രിമിനൽ കേസും എടുക്കുക, പ്രത്യേകിച്ച് പൈസ ഉൾപ്പെട്ടൊരു കേസ് എടുക്കുക, അതിൽ പോലീസുകാർ ഫസ്റ്റിലേ നോക്കുന്നത് അവരൊരു ഔട്ട് ഓഫ് ദ കോർട്ട് തന്നെ ഒരു ഇതിലെത്തിച്ചേർന്ന് അതങ്ങ് തീർപ്പിലാക്കുക എന്നുള്ളതാണ്. അതിന് റോബിൻ രാധാകൃഷ്ണൻ വന്നിട്ടില്ല. പിന്നെ ഈ അടുത്ത് പാലാരിവട്ടം സ്റ്റേഷനിൽ കേസ് കൊടുത്തത് അതെന്തിൻ്റെ ബേസിസിലായിരുന്നു? പൈസയൊന്നും തിരിച്ചിങ്ങോട്ട് തരാനില്ല എന്ന് പറഞ്ഞിട്ട് അല്ലല്ലോ, മെസ്സേജിൽ തന്നെ ഉണ്ടല്ലോ പൈസ തരാനുണ്ടെന്ന്. അതാണ് പറഞ്ഞത്, അടിസ്ഥാനരഹിതമായ കേസുകൾക്ക് സമയം കളയേണ്ട കാര്യമില്ല എന്ന് തന്നെ ഞാൻ എടുത്തു പറഞ്ഞത്. ഇത്രയും ലീഗലി തന്നെ പോണം എന്ന് ഭയങ്കര നിർബന്ധ ബുദ്ധിയോട് പോകുന്ന ആളാണെങ്കിൽ അന്ന് അവിടെ വരായിരുന്നു. ഇതൊക്കെ പാലാരിവട്ടത്തിന് എനിക്ക് കോൾ വന്നിട്ടില്ല, എൻ്റെ പേരിൽ ഒരു പരാതിയില്ല, പോലീസ് എന്നെ വിളിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു എന്ന് പറഞ്ഞിട്ടാ അന്ന് ലക്ഷ്മി പോസ്റ്റ് ഇട്ടിട്ടുമില്ല. ഡ്രേക്ക് ഇട്ട സ്റ്റോറി ലക്ഷ്മി ഷെയർ ചെയ്തു, അത് മാത്രമാണ്. അതിനാണ് പരാതി കൊടുത്ത് അന്ന് വൈകുന്നേരം ഇത്രയും കുട്ടി ഘോഷിച്ച് പ്രസ് മീറ്റ് നടത്തി. അതിന് ശേഷമാണ് നമ്മൾ പ്രതികരണം തുടങ്ങിയത്. ഇനി ഒരു വലിയൊരു സാധനം കൂടി നമുക്ക് കൂട്ടി, അതായിരിക്കും ഏറ്റവും വലിയ പൊട്ടൽ. ഇതല്ല, ഇതിനപ്പുറം ഉണ്ട്. ഞാൻ ഒരു ഹൈദർഖാൻ ഒരു ഓഡിയോ പ്ലേ ചെയ്താൽ
2 മണിക്കൂർ 2.5 മണിക്കൂർ ഇവൻ പാർട്ടീനെ കുറിച്ചൊക്കെ അങ്ങ് പ്രസംഗിച്ചങ്ങ് കയറുന്നുണ്ട്. എന്താണ് ഇവന് പാർട്ടി? നേരത്തെ പറഞ്ഞു എനിക്ക് പാർട്ടീനെ കുറിച്ച് എനിക്കൊന്നും അറിവുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാൻ സംസാരിച്ചിട്ട് അബിൽദേവ് അങ്ങനെ ആക്കിയതാണ്, ഇങ്ങനെ ആക്കിയതാണ്, അതാണ് BJP വർഗീയ പാർട്ടിയൊക്കെ പറഞ്ഞത്. പക്ഷേ എലക്ഷൻ അടുത്ത സമയത്ത് ഇവന് ബോധം വരുമല്ലോ. ഇപ്പൊ നമ്മൾ കുണ്ടറയിൽ വന്ന പൈസ സെറ്റിൽ ചെയ്യുന്നത് നിങ്ങൾ കേട്ടു. കുണ്ടറയെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഓഫീസ് വരാം. പാർട്ടി ഓഫീസ് അവന്റേതാ. പാർട്ടി ഓഫീസ് അതാണല്ലോ. അത് അങ്ങനെ നമുക്ക് വേണ്ട, ചാറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഓക്കെ. കുണ്ടറയുണ്ട്. ഞാൻ പറഞ്ഞു കേട്ടോ. പാർട്ടി ഓഫീസാണ് അവന്റെ പാർട്ടി. പാർട്ടി ഓഫീസ് കുണ്ടറയാണ്. ഓക്കെ. കുണ്ടറയിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചാറ്റ് കാണിച്ചു തരാം. സ്ഥലത്താണ്. അവിടേക്ക് വന്നോ. ഓക്കെ, ഓക്കെ. കറക്റ്റ്. ഇനിയിപ്പോ നമ്മൾ വേറൊരു കാര്യം പഠിക്കാം. ഇതൊക്കെ 1 കൊല്ലം മുമ്പ്. എലക്ഷൻ നടക്കുമ്പോൾ അവന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് അറിയണ്ടേ? അറിയണല്ലോ. തീർച്ചയായിട്ടും. ഓക്കെ, ഞാനിത് വീണ്ടും പറയുന്നു. ഈ വ്യക്തിനെ ആണ് ഞങ്ങൾ തുറന്നു കാട്ടുന്നത്. ഒരു പാർട്ടിയില്ല. BJP പാർട്ടി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്തോരം സുഹൃത്തുക്കളുണ്ട്, എന്റെ എന്തോരം നല്ല സുഹൃത്തുക്കളുണ്ട്. അല്ല, അവരും അറിയണമല്ലോ. അതെ, ഇത് പാർട്ടി ബന്ധമല്ല. ഈ പാർട്ടിയിൽ വന്ന ഒരു വ്യക്തി കാരണം ഉണ്ടാവുന്ന സംഭവമാണ്. കാരണം ഇവൻ ഇതിൽ പറയുന്ന ആരോപണം BJPയുടെ സംസ്ഥാന പ്രസിഡന്റായ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിനെ സുരേന്ദ്രൻ സാറിനെതിരെ അവൻ പറയുന്നത്. എന്താണ് ഇത്? ഇവൻ പറയണം കേട്ടോ. അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എവിടെയെങ്കിലും എന്ത് ചെയ്താൽ മതി, എനിക്ക് എവിടെയെങ്കിലും കിട്ടിയാൽ മതി. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഉള്ള ബെനിഫിറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് അത് പിന്നെ ഉള്ള കാര്യങ്ങളെല്ലാം പിന്നെ ബ്രോ ഒന്നുമില്ല. ഈ ഇപ്പോഴത്തെ ഒരു ഘട്ടത്തിൽ ഇനി ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റിനാണ്. മനസ്സിലായില്ലേ? ഒഫീഷ്യൽ അനൗൺസ്. കാരണം ഇതുവരെ വേറെ ഫണ്ടായിട്ട് എവിടെ നിന്നൊക്കെ കിട്ടുമോ? എന്താ സ്ഥിതി ഉണ്ടോ? ആക്ച്വലി ഞാൻ അറിഞ്ഞത് പ്രകാരം അങ്ങനത്തെ ഫണ്ട് കിട്ടൂല. പാർട്ടി ഫണ്ട് ഇല്ല. പാർട്ടി ഫണ്ട് ഉണ്ട്. മണ്ഡലത്തിലേക്ക് വേണ്ടി മിനിമം 3 to 4 CR എന്തുണ്ടാവും. ഒരു ഇൻഡിവിജ്വൽ ഒരു നിനക്കാണോ അല്ലെങ്കിൽ മൊത്തത്തിലോ? കഴിഞ്ഞ പ്രാവശ്യം 400 കോടി രൂപയാണ് സുരേന്ദ്രൻ എന്ത് ചെയ്തിരുന്ന മണ്ഡലത്തിൽ ഓരോ മണ്ഡലത്തിൽ നിൽക്കാൻ വേണ്ടി കൊടുത്തത്. 140 മണ്ഡലം ഉണ്ട്. അപ്പൊ ഒരു മണ്ഡലത്തിൽ എത്ര രൂപ വെച്ച് കിട്ടും? ഏറ്റവും മിനിമം എന്റെ അമ്മ, എത്ര ഫണ്ട്? 400 കോടി. BJPക്ക് ഫണ്ടിന് ഒരു കാര്യവും ഇല്ല, കുറവില്ല, ഫണ്ടിന് ഷോർട്ടേജ് ഇല്ല. മറ്റൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് ഇതൊക്കെ വന്നിട്ട് കാലങ്ങളായില്ല, അവര് ഫണ്ടിങ് ഇല്ല. മനസ്സിലായില്ലേ? അവര് ഫണ്ടിങ് ഇല്ല. അവർക്ക് അങ്ങോട്ട് എന്ത് ചെയ്യണം? ഫണ്ട് കൊടുത്തു പോകണം. ഇവിടെ അങ്ങനത്തെ ഒരു കാര്യം എന്തില്ല, ഇല്ല. എനിക്ക് 140 മണ്ഡലങ്ങളിൽ എവിടെ കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല. മനസ്സിലായില്ലേ? ഒരു 3. പക്ഷെ അത് നിന്റെ പ്രചരണത്തിന് വേണ്ടി യൂസ് ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞില്ലേ, പ്രചരണത്തിന് വേണ്ടി യൂസ് ചെയ്യാനാണെങ്കിലും എത്ര പോയാലും അത് ഞാനും കൂടെ അതിൽ ഇൻവോൾവ് ആയിരിക്കും. പക്ഷേ ആ ഫണ്ടിന്റെ ആവശ്യം വരുന്നില്ല. കാരണം അതല്ലാതെ തന്നെ നമുക്ക് ഇവിടെ ഫണ്ട് ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തുണ്ട്? ഇൻഡിവിജ്വൽ പേഴ്സൺ അത് കിട്ടും. അതിപ്പോ ഓരോ ആൾക്കാരും ഞാൻ പറഞ്ഞില്ലേ, എന്റെ ലൈഫിലെ ടാർഗറ്റ് തന്നെ എനിക്ക് 10 കോടി രൂപ. എന്റെ ലൈഫിലെ ടാർഗറ്റ്. എനിക്ക് അതിൽ കൂടുതൽ ഒരു രൂപ എനിക്ക് ഇപ്പൊ പൊളിറ്റിക്സ് ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും എങ്ങനെയാണെങ്കിലും എനിക്ക് ഏൺ ചെയ്യാൻ വെച്ചിരുന്ന ഒരു ടാർഗറ്റ് 10 കോടി രൂപ. എന്തിനാന്ന് വെച്ചാൽ 10 കോടി രൂപയിൽ എന്റെ കടങ്ങൾ വീട്ടി കഴിഞ്ഞാൽ ബാലൻസ് എല്ലാം കൂടെ ഒരു 7.5 കോടി രൂപ ഉണ്ടെന്ന് വെച്ചോ. മനസ്സിലായില്ലേ? ഒരു ഇച്ചിരി സിറ്റിയിൽ നിന്ന് ഒരുപാട് മാറി, അല്ലെങ്കിൽ ഈ പറഞ്ഞിടത്ത് കളമശ്ശേരിയോ അല്ലെങ്കിൽ തൃപ്പൂണിത്തുറയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആലുവയോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒരു 10-25 സെന്റ് ഭൂമി മേടിച്ചിട്ട് അവിടെ ഒരു നിലയുള്ള ഹൈറ്റിലുള്ള ഒരു വീട് എന്ത് ചെയ്യണം? വലിയ കോസ്റ്റ് ഇല്ലാത്ത രീതിയിൽ ഒരു 2 കോടിക്കകത്ത് നിൽക്കുന്ന രീതിയിൽ എന്ത് ചെയ്യണം? കുറച്ച് മുറ്റം. ഇതാണ് എന്റെ ആഗ്രഹം. പിന്നെ ബ്രോ പറഞ്ഞ കണക്ക് എനിക്ക് സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ ഇനോവ ക്രിസ്റ്റ എന്ന് പറഞ്ഞ സാധനമേ ഇല്ല. പക്ഷെ ക്രിസ്റ്റ്യൻ കൂടി മേടിക്കണം. BJP എന്നൊരു പാർട്ടി BJPയുടെ സ്ഥാനാർത്ഥിയായി നിന്ന റോബിൻ രാധാകൃഷ്ണന്റെ ഓഡിയോ ആണ് പ്രേക്ഷകർ കേട്ടത്. ഇതിനു മുമ്പ് സുരേന്ദ്രന്റെ മണ്ഡലത്തിൽ 400 കോടി രൂപ ചെലവഴിച്ചു. റോബിൻ രാധാകൃഷ്ണന് കൊടുക്കാൻ പോകുന്ന പൈസ പറയുന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക് BJP ഇത് ഗൗരവമായിട്ട് എടുക്കേണ്ട വലിയൊരു വെളിപ്പെടുത്തലാണിത്. രാഷ്ട്രീയമായിട്ടല്ല പറയുന്നത്, വലിയൊരു വെളിപ്പെടുത്തലാണ്. റോബിൻ രാധാകൃഷ്ണൻ BJPയുടെ താമര ചിഹ്നത്തിൽ മത്സരിച്ച വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ് കണ്ടത്. ഇതെല്ലാം ഇപ്പോൾ വരാനുള്ള കാരണം ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ഇദ്ദേഹം പറഞ്ഞ സത്യമാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞില്ല. ഒരു ഓഡിയോയും കൂടി ഉണ്ട്. അത് എനിക്ക് സ്ക്രോൾ ചെയ്തിട്ട് ഏതാന്ന് ഇപ്പം മറന്നുപോയി, നമ്പർ വിട്ടുപോയി. അത് ഞാൻ തരാം. അത് തരാം. ഇന്ന് നമ്മുടെ
ഒരു ജനങ്ങളെ സേവിക്കാൻ എന്നുള്ള രീതിയിലാണ് രാഷ്ട്രീയത്തിലോട്ട് പലരും ഹൈദർക്ക, ഇതും അതും പോട്ടെ. ഏതും ആയിക്കോട്ടെ, പാർട്ടി ഏതും ആയിക്കോട്ടെ, പക്ഷെ പലരും പൊളിറ്റിക്സ് പൊതുവെ ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ളവർ പറയാ പൊളിറ്റിക്സ് എന്താണ് കിടന്ന അഴിമതി അത് ഇതെന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പുച്ഛിച്ച് ചെല്ലും. പിന്നെയും നമ്മൾ നോക്കുമ്പോൾ എന്തുവാ, വിദ്യാസമ്പന്നരായ നല്ല ചെറുപ്പക്കാര് വന്ന് ആ പൊളിറ്റിക്സിന്റെ ചീത്തപ്പേര് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് ഇതുപോലൊരു അവതാരം അങ്ങോട്ട് വരുന്നത്. എന്തുമാത്രം പ്രതീക്ഷയിലായിരിക്കും ആ പാർട്ടി ആളെ കാണുന്നത്. ഒരു ഡോക്ടർ എന്നുള്ള പ്രൊഫഷൻ അല്ലെങ്കിൽ ഇത്രയും ഫാൻസ് എന്നുള്ള ഒരു രീതിയിൽ അവിടെയാണ് അയാൾ ഇങ്ങനെ ആ പാർട്ടിയെ തിരിച്ചു കാണുന്നത്. ആലോചിച്ചോണം, എത്ര പണത്തിന് വേണ്ടിയാണ് പോയത്. ഒരു കാര്യം കൂടി കഴിഞ്ഞില്ല ഹൈദർക്ക, ഒരു കാര്യം കൂടി ഉണ്ട്. ഡിസംബർ മാസം ജാനുവരി മാസം എനിക്ക് 31 സെറ്റിൽമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ജാനുവരിയിൽ ഇവൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇവന്റെ രാഷ്ട്രീയ ഭാവി തറക്കാൻ പോവാണ്. അതാണ് എന്താണ് റോബിൻ രാധാകൃഷ്ണന്റെ കുഴപ്പണൽ ഡീൽ? ആഭ്യന്തരമന്ത്രിക്ക് ഇന്ന് പരാതി കൊടുത്തു. സന്തോഷം. ഞാൻ സർ, രമേശ് ചെന്നിത്തല സർ, ഞാൻ പേഴ്സണലി ഞാൻ അങ്ങയെ വന്ന് കാണാം, ഞാൻ അങ്ങയെ കേൾപ്പിക്കാം. 35 ലക്ഷം രൂപ മലപ്പുറത്ത് നിന്ന് അവൻ 4-5 പേരുകളെ പേരൊക്കെ പറയേണ്ട ആളുകളെ അവർ വന്ന് ഇവൻ്റെ ഇവിടുത്തെ ഹോളിഡേൻ്റെ അടുത്തുള്ള വീട്ടിൽ വന്ന് കുഴൽപ്പണ ഡീൽ ഇവൻ എന്നോട് സംസാരിക്കുന്നുണ്ട്. കുഴൽപ്പണ ഡീല് സംസാരിക്കുന്നുണ്ട്. അതും പറഞ്ഞ് എന്നെ ഏത് രീതിയിൽ അവനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ കേൾക്കണം. റോബിൻ രാധാകൃഷ്ണന്റെ കുഴൽപ്പണ ഡീൽ എന്താണ്? മലപ്പുറത്ത് നിന്ന് ടീം അവർക്ക് 13,000 രൂപ വരാനുള്ള എക്സ്പെൻസിന് ചാർജ് അടക്കമിട്ട് അവർ വന്നു, കാറിലിരുന്ന് ഇവർ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇവൻ പറയുന്നുണ്ട്. അപ്പം ഇവൻ്റെ ഇനി ഒരു ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ ഹൈദർക്ക, മൈനെറ്റ നിങ്ങളൊക്കെ നമുക്കൊക്കെ അല്ലേ, ഇവൻ്റെ 2.5 വർഷത്തെ സാമ്പത്തികം ഇവൻ്റെ കോമൺ സെൻസ് ഞാൻ ആലോചിക്കാം. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത് മെയിൻ സ്ട്രീം മീഡിയാസോ ഇത് എന്തുകൊണ്ട് എനിക്കൊന്നും ഇവന് ആരും വില കൊടുക്കൊണ്ടുകൊണ്ട് ഇത് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവാണ് ഇവിടെ കോളിലൊക്കെ സൃഷ്ടിക്കേണ്ട ടൈം കഴിഞ്ഞ് 2.5 വർഷത്തെ ഇവൻ്റെ സാമ്പത്തികം 5 കോടി രൂപയുടെ പുറത്ത്. ഇവൻ്റെ സേവിങ്സ് അക്കൗണ്ടിൽ വരുമ്പോൾ ഒരു വർഷം 1.5-1.25 കോടി 2 കോടിയുടെ അല്ല ഇത് ഞാൻ ചോദിക്കുന്നത്. 2 കോടി രൂപ ഒരു വർഷം. ഈ 6 മാസം ഇവന്റെ അക്കൗണ്ടിൽ വന്നത് ഇവന്റെ HDFC പുതിയ ബാങ്ക് അക്കൗണ്ടാ. അതിൽ വന്നിരിക്കുന്നത് 1,10,00,000 രൂപ. എവിടെ നിന്ന് വരുന്നു? അപ്പൊ ഇവൻ അതല്ല രസം, ഇവന്റെ 3 വർഷത്തെ ITR ഫയൽ നിങ്ങൾ മൈനെറ്റിൽ കാണിച്ചിട്ടുണ്ട്. അത് ഒരുമിച്ച് അവൻ ഫയൽ ചെയ്തിരിക്കുന്നത് ലാസ്റ്റ് ഇത് ഇലക്ഷന്റെ തൊട്ട് മുമ്പേ. അതുവരെ ഫയലും ചെയ്തിട്ടില്ല. 7 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ, 3 വർഷത്തെ ITR. അത് 5 വർഷം തന്നെ ബിഗ് ബോസ് കിട്ടിയതിന് ശേഷം 110ഓളം ഇനോഗ്രേഷൻസ് ചെയ്തു. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് 3 കോടിയോളം രൂപ അവൻ ഫണ്ട് സമാഹരിച്ചു എന്നുള്ളത്. അപ്പൊ ബിഗ് ബോസിന് ശേഷം ഇവനെ IT ഫയൽ ചെയ്യുന്നില്ലേ? ഇവന് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ലേ? ഇത് ഒരു വലിയ ഇവന്റെ രീതി എന്താണ്? ഇതൊന്നും പറയാൻ വിചാരിച്ചിട്ടല്ല ഹൈദർക്ക, ഇവൻ കൊണ്ടിട്ടതാ. ഇന്നും അടുത്തത് എന്താ ഇവൻ ചെയ്യുന്നത്? ഇവൻ പോർട്രേ ചെയ്ത് നമ്മളെ എത്തിക്കുന്ന രീതിയിലേക്ക്. ഇനി എന്നെ ഏത് രീതിയിലേക്ക് അവൻ കൊണ്ടുപോകുന്നത്? ശക്തമായി ഇനി പ്രതികരിക്കാനും ശക്തമായി നിങ്ങൾ എന്നെ വിളിക്കുന്ന സമയത്ത് എനിക്ക് ഹൈദർഖാനെ എന്നെ വേണമെന്ന് ഞാൻ വിചാരിച്ചു. വേറെ ആൾക്ക് ഞാൻ നിൽക്കണം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളിലേക്ക് സംസാരിക്കുമ്പോൾ പോയിന്റ് ടു പോയിന്റ് വരുമ്പോൾ ഹൈദർഖാക്ക് ഈ കാര്യം മനസ്സിലാവും. കാരണം നിങ്ങളൊരു മാധ്യമ പ്രവർത്തകനാണ്. ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് കറക്റ്റ് അല്ലാതെ ഒരു ഓൺലൈൻ മീഡിയയിൽ വന്ന് സംസാരിക്കേണ്ട ഒരു പോയിന്റ് അല്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർ ചാനലിന്റെ സീനിയർ ആയിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നു. എനിക്ക് മുമ്പായിരുന്നു ഞാൻ ഹൈദർഖാൻ എങ്ങനെയല്ലേ കാണുന്നത്, റിപ്പോർട്ടർ കാണുന്നത് മുമ്പായിരുന്ന വ്യക്തിയുടെ അടുത്താണ്. അപ്പം എനിക്ക് കറക്റ്റ് വ്യക്തിയുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ ഇന്ന് ഇത് വലിയ പ്രശ്ന ചർച്ചയിലേക്ക് പോകുന്നുണ്ട്. BJPയുടെ സുരേന്ദ്രന്റെ കേസ്, ഒരു പാർട്ടിയുടെ ഒരു MLA സ്ഥാനാർത്ഥിയാകാൻ നിന്നൊരു വ്യക്തി തന്നെ പറയുന്നു, സ്ഥാനാർത്ഥിയാകുന്നത് മുമ്പ് പറയുന്ന കാര്യം. റോബിൻ നടത്തിയ പ്രസ് മീറ്റ് ആയിക്കോട്ടെ, ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളായിക്കോട്ടെ, ആഭ്യന്തരമന്ത്രി പോയി കണ്ടതായിക്കോട്ടെ, എല്ലാം സ്വന്തം കൊള്ളിയെടുത്ത് തന്നെത്താൻ എടുത്ത് വെച്ച് ചെതയൊരുക്കി അവസാനം പെട്രോൾ ഒഴിച്ച് തന്നെ കത്തിച്ചുകൊണ്ടേയിരിക്കും. ഇത് 27-ാം തീയതി പറഞ്ഞിട്ടുണ്ട്. ഇനി രമേശ് ചെന്നിത്തല ഇത് പ്രശ്നം ആഭ്യന്തരമന്ത്രി 27-ാം തീയതി മുഖ്യമന്ത്രിയായിരുന്നു. മുഖ്യ രണ്ടുപേരും VD സതീശൻ തീർക്കും. എന്റെ അച്ഛനെയും കൂട്ടി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ ഒരു വോയിസ് കൂടി അത് സ്ക്രീൻ റെക്കോർഡ് വന്നാണ്. അപ്പൊ നമ്മൾ എക്സ്പെക്റ്റഡ് ആണ് ഈ കാര്യം. എക്സ്പെക്റ്റഡ് ആണ്. ആൾക്ക് എന്താ ഏറ്റവും വലുതെന്നറിയോ? ഇമേജ് ആണ്. ഇത് കേട്ടിട്ട് വിശ്വസിക്കാനുള്ള പാവപ്പെട്ട ജനങ്ങൾ ഒരു 5% ഉണ്ടെങ്കിലും ആൾ ആ 5% പറ്റിച്ചാണ് ഇനി ബാക്കിയുള്ള കാലം ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. അവരുടെ കണ്ണി പൊടിയാനുള്ള കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നറിയാം. ചെയ്തു കൊള്ളട്ടെ.
ചെയ്തോളൂ, ഇനിയും ഇഷ്ടം പോലെ ചെയ്തോളൂ, എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. തട്ടിപ്പ് നടത്തിയത് തട്ടിപ്പ് തന്നെയാണ്, അത് പൈസ തിരിച്ച് തന്നിട്ട് മതി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ലക്ഷ്മിക്ക് പൈസ തന്നു കഴിഞ്ഞാൽ ലക്ഷ്മിയുടെ പ്രശ്നം തീരുമാനം? ഒരിക്കലും ഇല്ല. എന്നെ അപമാനിച്ചതിന് എന്നെ അപമാനിച്ച് സംസാരിച്ചതിന് അത് സ്ത്രീകളെ അപമാനിച്ച് നിൽക്കുന്ന പുള്ളിയുടെ ഒരു സ്വഭാവ വിശേഷത തന്നെ ആയിട്ട് എനിക്ക് മനസ്സിലായിരിക്കുന്നത് ഇതുവരെ ഉള്ളത് വെച്ചിട്ട്. കാരണം ഇഷ്ടം പോലെ ആൾക്കാർ സെയിം കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഇഷ്ടം പോലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പൈസ തീർന്നു കഴിഞ്ഞാലോ തന്നു കഴിഞ്ഞാലോ അങ്ങനെ തീരുന്ന കാര്യമല്ല. ആളുടെ സ്വഭാവത്തിൽ തന്നെ ആ റിഫോർമേഷൻ വരും. അങ്ങനെ രണ്ട് കാര്യത്തിനാണ് പൈസ തിരിച്ചു തരാത്തതിനും എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചതിനും 2 കാര്യത്തിനാണ് ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത്, ഒരു കാര്യത്തിനല്ല. അല്ല, ഇതിൽ വേറൊരൊറ്റ കാര്യം കൂടെ എതിർക്കാം. ഇത് പോട്ടെ, ഇവൻ ഞാനാണ് അതിൽ ഇൻവോൾവ് ആവുന്നത്, രശ്മിയോട് മാപ്പ് പറയണം. ഏത് ഈ ഹോളിഡേയിൽ വന്നെന്ന് ഇവൻ പബ്ലിക്കലി വന്ന് ഇവൻ തന്നെ വിളിച്ച് പറഞ്ഞില്ലേ, ഞാൻ അവർ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഇതാരും അറിയാത്തൊരു സാധനം ഇവൻ തന്നെ വെളിപ്പെടുത്തിയില്ലേ. പക്ഷെ റോബിൻ ഫേസ്ബുക്കിലിട്ട ഒരു ഓഡിയോയില് അമ്മയ്ക്ക് വരെ വിളിക്കുന്നുണ്ട്. ഓ ഷെറ്റ്, അത് പറയാൻ മറന്നുപോയി. ഞാനതാ പറഞ്ഞ എതിർക്കാം, അതിന് മാപ്പില്ല. വിളിക്കുക മാത്രമല്ല, പരസ്യമായ ഒരു പ്ലാറ്റ്ഫോമിലാണ് മാപ്പില്ല. അതാണ് 10 ലക്ഷം ആളുകൾ ചുറ്റുമുള്ള പല സ്ത്രീകളെയും ആൾ ഈ ഒരു രീതി തന്നെ അവരോട് പെരുമാറി അതങ്ങ് ഹാബിച്വൽ ആയിപ്പോയി. പക്ഷെ എല്ലാവരോടും അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെ മാപ്പ് കൊടുത്തിട്ടോ അങ്ങനെ വെറുതെ വിടാനോ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ദിസ് ഇസ് നോട്ട് അബൌട്ട് മണി. ഇതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ട്, മണി ലീഗൽ റൂട്ട് എടുത്തോട്ടെ, മറ്റേത് പക്ഷെ അങ്ങനെ തീരത്തില്ല എന്നുള്ളത് എന്റെ ഏറ്റവും ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരു സ്ത്രീകളോട് ഇനി നീ അബ്യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അത് എൻഡ് ചെയ്യുന്നത്. ഐ വിൽ മേക്ക് ഷുവർ അബൌട്ട് ഇറ്റ് തന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം പോലീസ് കേസായി, അങ്ങനെയാണ് ഇപ്പോൾ മുന്നോട്ട് പോലീസ് കേസ് നാളെ ഈ നേരം വരെ എൻ്റെ പേരിൽ എനിക്ക് ഒരു പരാതി അവൻ കൊടുത്തു. അത് ആ പരാതി ക്ലോസ് ആയിപ്പോയി. ഈ നേരം വരെ റോബിൻ രാധാകൃഷ്ണന്റെ പേരിൽ ഞാൻ ഒരു പോസ്റ്റ് ഇടുകയോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ പുതിയ കംപ്ലൈന്റ് വന്നെങ്കിലായി, ഈ നേരം വരെ എൻ്റെ പേരിൽ വന്നിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലൊന്ന് ക്ലിയർ വരുത്താൻ വേണ്ട, പല സ്ത്രീകളും പല കാര്യങ്ങളും ലക്ഷ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ലക്ഷ്മിയുടെ കയ്യിലുണ്ട്. അതാണ് ലക്ഷ്മിയുടെ കയ്യിലുണ്ട്. എന്റെ കയ്യിലത് എന്റെ അടുത്ത് അത് പറയണമെങ്കിൽ അവർക്ക് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കും. തീർച്ചയായും അവര് പറയാൻ പറഞ്ഞാൽ ലക്ഷ്മി പറയാനും തയ്യാറാവും. അവര് പറയാൻ ഒരിക്കലും പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഔട്ട് ഓഫ് അല്ല മോണിറ്ററി കാര്യങ്ങളെല്ലാം മാറിക്കോട്ടെ, പണമിടപാട് മാറിക്കോട്ടെ, പലരും സ്ത്രീകളെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു വലിയ ശതമാനമുണ്ട് നമ്മുടെ നാട്ടിൽ. പണിക്കൊന്നും പോവാതെ വിവാഹിതരായ സ്ത്രീകളെ തന്നെ ചൂഷണം ചെയ്ത്. ഇതൊരിക്കലും ഈ സ്ത്രീകൾ മുന്നോട്ട് വന്ന് പറയത്തില്ല, അവരുടെ കുടുംബം തകരും. ആരും വന്ന് കംപ്ലൈന്റ് ചെയ്യത്തില്ല. ഈ ഒരു പഴുതിലൂടെ മാത്രം ജീവിച്ചു പോകുന്ന അതിൽ ഒരാളാണ് ഈ പറഞ്ഞ വ്യക്തി. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്, അല്ലാതെ ഇതിന്റെ അപ്പുറം ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ച് എനിക്ക് പറയണമെന്നില്ല. നാറ്റ കേസാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി, ഈ കഴിഞ്ഞ 2.5 വർഷത്തെ ഗ്യാപ്പിൽ റോബിൻ എത്ര ഇനോഗ്രേഷൻ നടത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ റോബിൻ എത്ര ബ്രാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ എവിടെ നിന്നല്ല ഈ ഫണ്ട്? അപ്പോൾ എത്ര പേര് ഇതിൽ പെട്ടിട്ടുണ്ടാവും, എത്രോളം ആളുകളുടെ ഫണ്ട് ഇതിൽ ചതിക്കപ്പെട്ടിട്ടുണ്ടാവും. ഇപ്പം ഇന്നലെ ദുബായിൽ നിന്ന് ഒരു പയ്യൻ്റെ വീഡിയോ കോൾ അവനെ തെറി വിളിക്കുന്നതൊക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. നമ്മുടെ ജോബി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി. ഇതിൻ്റെ ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട്. പണം ഉണ്ടായിട്ടും ആളുകൾ ചോദിക്കും കേട്ടോ, താങ്കൾക്ക് വട്ടാണെന്ന് ചോദിക്കും. ഇത്രയും പൈസ ഉണ്ട്, വീണ്ടും പൈസ കൊടുത്ത് ഇത്രയും. അതല്ലേ ആദ്യമേ പറയുന്ന ഒരു ആത്മബന്ധം ഉണ്ടാക്കി മനസ്സിലാക്കി. ഒരാളുടെ എത്ര രൂപ ഉണ്ടാവും, എൻ്റെ 40 ലക്ഷം വാങ്ങിക്കാനില്ല, കാരണം എനിക്ക് 40 ലക്ഷം രൂപ കൊടുക്കാനില്ല. അതൊക്കെ കറക്റ്റ് മനസ്സിലാക്കി ഒരു ബ്രേക്കിംഗ് പോയിന്റ് കൊണ്ട് എത്തിച്ച്. ഇപ്പോൾ ഈ ദുബായിലെ പയ്യന്റെ കാര്യം പറഞ്ഞു, ആള് ബിസിനസ് തുടങ്ങാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന പൈസ, ഒരു ശമ്പളമായിട്ടൊരു വർക്ക് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാനുള്ള പൈസയ്ക്ക് ഒരു ലിമിറ്റേഷൻ കാണും. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങണം എന്ന ആഗ്രഹത്തിൽ മാറ്റി വെച്ച പൈസയാണ് അച്ഛൻ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ട് റോബിൻ വാങ്ങിച്ചെടുത്തോണ്ട് പോയി. അപ്പോൾ ഇതുപോലെ ഓരോരുത്തർക്കും ഒരു എമൗണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത്രയും അവരുടെ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ ഇങ്ങനെ തുടച്ച് നീക്കുന്ന പോലെയാണ് ഇത്രയും നാളും റോബിൻ രാധാകൃഷ്ണൻ മുന്നോട്ട് വന്നുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെ പോവണ്ട, അതിനാണ് നമ്മൾ ഫൈറ്റുന്നത്. യെസ്, ഓക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഒരു കാര്യം പ്രേക്ഷകരെടുത്ത് പറയാം, ഇത് ഞാൻ ആവശ്യപ്പെട്ട് ഇവരെ വിളിച്ച് വരുത്തി ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. അത് എനിക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഞാനിവിടെ കുറേ ദിവസമില്ലായിരുന്നു, ഞാൻ പത്രസമ്മേളനമൊക്കെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ എനിക്ക് നിങ്ങളെയും അറിയാം, റോബിനെയും അറിയാം. അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് കുറേ കാര്യം കിട്ടണമെന്നുണ്ടായിരുന്നു. ഇതിൽ കൂടുതൽ ഓഡിയോകൾ ഇവരുടെ കസ്റ്റഡിയിലുണ്ട്, പക്ഷെ അവർ പുറത്ത് വിട്ടിട്ടില്ല. അതും താമസിയാതെ ഇതിനെതിരെ റോബി വന്നാൽ ആ ഓഡിയോയും
പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് വിടുന്നതായിരിക്കും എന്നുകൂടെ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം എവിടെ വരെ പോകുന്നുള്ളൂ അല്ലേ. ഇപ്പം സമയം ഒത്തിരി ആയിട്ടുണ്ട്. ഈ രാത്രി നമ്മൾ കാത്തിരുന്ന് ചെയ്യാൻ ഇതിൻ്റെ പ്രാധാന്യമുണ്ട്. അത് പ്രേക്ഷകർ അറിയേണ്ട കാര്യമാണെന്ന് അറിഞ്ഞിട്ട് തന്നെ തീർച്ചയായിട്ടും അറിയേണ്ട കാര്യം. കാരണം ഫാൻസ് ഗ്രൂപ്പ് ഉണ്ട്, അതെ, ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ വന്ന് റിപ്പോർട്ട് അടിച്ചിട്ട് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക, ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതിനകത്ത് മോശമായിട്ടുള്ള ഓരോ കമൻറ്റും ഇടിക്കുക. അപ്പം വാട്സപ്പ് ഗ്രൂപ്പ് പുള്ളി തന്നെ ലീഡ് ചെയ്യുന്ന വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിസ്പ്യൂട്ടൊക്കെ ഉണ്ടാവുന്നതിന് മുന്നേ. അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ കണ്ണും പൂട്ടി വന്നിട്ട് ആക്രമിക്കാൻ നിൽക്കുന്ന എപ്പോഴാണ് ബിഗ് ബോസിന്റെ ഫാൻസ് ആണ്, പാർട്ടിക്കാരല്ലേ, പാർട്ടി അനുഭാവികളല്ലേ, ബിഗ് ബോസിലെ ഫാൻസ് ആണ്. അവർ വന്നിട്ട് പറയുന്നവരുണ്ട്. ഇപ്പൊ എന്നെ റോബിനെ ഒരേപോലെ ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരും വന്നിട്ട് റോബിന്റെ സൈഡിൽ പിടിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അവർക്ക് നേരം വെളുക്കുന്നില്ലെങ്കിൽ വേണ്ട, നേരം വെളുക്കണ്ട. ഇനിയും പറ്റിക്കപ്പെടാൻ ആൾക്കാരുള്ളിടത്തോളം കാലം ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമായിരിക്കും. പക്ഷേ നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ അത്രയും ബോധം ഉള്ളവർക്കെങ്കിലും ഇതുപോലെ ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ചെയ്യും, മാക്സിമം മുന്നോട്ട് പോകും. ഭയങ്കര ഇമോഷണൽ വർക്ക് ചെയ്തിട്ട് പൈസ വാങ്ങും അല്ലേ? ഇമോഷൻ മാത്രമല്ല, ലൈക്ക് ഹീസ് എ മാസ്റ്റർ മാനിപ്പുലേറ്റർ. അതാണ് കറക്റ്റ് വേർഡ്, മാസ്റ്റർ മാനിപ്പുലേഷൻ. ഹി ഹാസ് എ വ്യക്തി വൈകല്യം എന്ന് തന്നെ ഞാൻ പറഞ്ഞുള്ളൂ. പേഴ്സണാലിറ്റി ഡിസോർഡറിന് ഉടമയാണ് ആള്. അത് ചികിത്സിച്ചാൽ പോലും മാറുന്ന ടൈപ്പ് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറും അല്ല. ദിസ് ഇസ് വെരി സിവിയർ. സമൂഹത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലൊക്കെ ഇതുപോലെ ഒരാൾ വന്നാൽ ഇറ്റ്സ് ഹൈലി ഡേഞ്ചറസ്. ഒരു ഫാമിലി അല്ലെങ്കിൽ സൊസൈറ്റി ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിൽക്കുന്ന കണക്കല്ല, ജനപ്രതിനിധിയായിട്ട് ഇതുപോലൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരാൾ വന്നാൽ അതൊരിക്കലും നമുക്ക് വെച്ച് പൊറിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് വളരെ സിവിയറാണ്, വളരെ സിവിയറാണ്. ഹി നീഡ്സ് ടു ക്ലിനിക്കലി ഡയഗ്നോസിസ്. അത് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ അത്. ഓഡിയോയിൽ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, 10 കോടി ഉണ്ടാക്കാം, അതിൽ നിന്ന് 2.5 കോടി കടമുണ്ട് അവൻ തന്നെ പറയുന്നത്. എന്റെ കടം വിട്ട ഞാൻ രാഷ്ട്രീയത്തിലോട്ട് പോവാണെന്ന് ഒരാൾ പറഞ്ഞു, ബായ് എന്ന് പറഞ്ഞിട്ട് പോകുന്ന ആലോചിച്ച് നോക്കി, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊരു വല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ? ഇതുപോലും സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു 100 സാധനം എനിക്ക് ആ ഒരു ഇതിലേക്ക് വീണ്ടും ട്രോമയിലേക്ക് ഞാൻ പോകും. എന്നെ ഇങ്ങനെ വലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അപ്പം ഇതിൽ മെയിനായിട്ട് എനിക്കിങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് വെളിപ്പെടുത്തുന്നത്. ഇതിപ്പോൾ ഞാനത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇതൊക്കെ എപ്പോൾ പൊട്ടുന്നത് ഈ പ്രസ് മീറ്റിന് ശേഷമാണ് എനിക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാവുന്നത്. ഒരിക്കലും അതില്ലെങ്കിൽ ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് വന്ന് അബ്ലേട്ടാ ഇങ്ങനെയാണ് കാര്യം, നമുക്കൊരു മന്ത്ലി ഒരു സമാധാന ചർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഇവൻ ഓരോ സമയത്തും അമിതമായിട്ടുള്ള ഇവന്റെ ഈ പൊറോട്ട നാടൻ കണ്ടിട്ട് പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു മാസം വെച്ചിട്ട് അല്ല ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് അടച്ചു തീർക്കുകയാണെങ്കിൽ തന്നെ എനിക്കത് ക്ലിയർ ചെയ്യാനുള്ള നമുക്കൊരു ഇത് ഉണ്ടാവുമായിരുന്നു. നമ്മൾ ആരും ഇവനെ കൊല്ലാൻ നിൽക്കുന്നതല്ലല്ലോ. പക്ഷെ ഇവനോട് പറയുന്ന ഭയങ്കര ഇവന്റെ വായന്ന് വരുന്ന കളവുകളും നമുക്ക് ആ അമിത പ്രതീക്ഷകൾ തന്ന് അതൊക്കെ നെക്സ്റ്റ് ലെവലാണ്. നമുക്ക് നോക്കാം. ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്.